നമസ്തേ. അപ്പൊ നമ്മളുടെ ശ്രീചക്ര നവാവരണ പൂജ ലളിത വിധാനത്തിലുള്ള ക്ലാസ് ഇന്ന് ആരംഭിക്കുകയാണ്. അതൊരു വിചാരിതമായിട്ട് നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ല. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേവീഭക്തരെ സംബന്ധിച്ചിട്ട് വളരെ ശ്രേഷ്ഠപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് നമുക്ക് പൗർണമിയാണ്. ഇന്ന് സാക്ഷാൽ ലളിതാ പരമേശ്വരിയിലെ ആ 15 തിഥികളും ഒന്നിച്ച് ചേർന്ന് ലയിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ആ ഒരു ആവിഷ്കാരം തന്നെയാണ് ഈ 15 നാളുകളും. 15 നാളുകൾക്ക് 15 ദേവിമാരുണ്ട് എന്നൊക്കെയാ പറയാ. അപ്പൊ അത് ശ്രീവിദ്യാ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാം. അപ്പൊ അതൊക്കെ പാടെ ആ ലളിതാ പരമേശ്വരി ലയിക്കുന്ന പുണ്യസുദിനം. ആ സുദിനത്തിന്റെ പ്രത്യേകത എന്താ? അത് ശ്രീചക്രത്തെ സംബന്ധിച്ചിട്ട് ആ ബിന്ദുസ്ഥാനം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ദിവസത്തിലാണ് നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നത്. ഒരു ഇത്തിരി നേരം വൈകിട്ടുണ്ട്. അത് ആചാര്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ആചാരവാൻ ആചാര്യ ഇത് ഉച്ചതയെന്നാണ്. അപ്പൊ ആചാരമുള്ള ആളുകളാണത്രേ ആചാര്യന്മാർ. അപ്പോ ആചാര്യന്റെ ലക്ഷണം പറയുമ്പോൾ പിന്നെ പറയാം നിയമേനച്ച എന്നൊരു വാക്കുണ്ട്. നിയമം എന്ന് പറഞ്ഞാൽ നിഷ്ഠ പാലിക്കണം എന്നാണ്. അപ്പൊ നിങ്ങളുടെ സമയവും നമ്മളുടെ സമയവും വിലപ്പെട്ടതാണ്. പക്ഷെ എന്താ ചെയ്യുക, നമ്മൾ ഈ യാത്ര ചെയ്ത് വരുമ്പോൾ മഴയൊക്കെ ഉണ്ടാവുകൊണ്ട് ട്രാഫിക് പ്രശ്നമൊക്കെ ഉണ്ടാവും. ഇതൊന്നും നമ്മളുടെ പരിധിയിൽ വരുന്നതല്ല. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഒരു മഴയുണ്ടായപ്പോൾ നമുക്ക് കൃത്യസമയത്ത് എത്താൻ പറ്റിയില്ല. പിന്നെ അതുകൊണ്ടുള്ള ഒരു വൈകലാണ്. എന്നിരുന്നാൽ പോലും അതിന് നിങ്ങളോട് ക്ഷമാപണം നടത്തുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാണ്. കാരണം ക്ഷമ ചോദിക്കാൻ കഴിയുന്നു എങ്കിൽ അതാണ് ഏറ്റവും ഉത്തമ ലക്ഷണം. അത് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ അതാണ് ആചാരം ആചരിച്ച് കാണിക്കൽ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മളുടെ വിഷയത്തിൽ കിടക്കാം. ഒന്ന് പറയാനുള്ളത്, ഇനിയും ഒത്തിരി പേര് നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സമയമുണ്ട്. അപ്പം നമ്മളിനി ഒരു പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് അതൊരു കേട്ട കാര്യം തന്നെ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ഈ ഒരു ശ്രീവിദ്യാ സാധനയെക്കുറിച്ചും ശ്രീചക്രത്തെക്കുറിച്ചൊക്കെ ഒരു സാമാന്യനെ പറയാമെന്നാണ് കരുതുന്നത്. അങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് ഒപ്പം തന്നെ നമുക്ക് അവിനാഷ്ജിയും ഇതിൽ ജോയിൻ ചെയ്യും. അപ്പോൾ കുറേ സംശയങ്ങൾ ചോദിക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് പരസ്പരം പറഞ്ഞുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ശ്രീവിദ്യാ സമ്പ്രദായത്തെക്കുറിച്ച് കഴിഞ്ഞ തവണ നമ്മൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറയുകയുണ്ടായി. ഒത്തിരി സംശയങ്ങൾ ഉണ്ടാവും നമുക്ക്. കാരണം അതൊരു വലിയ ബൃഹത്തായ സാധനാ പദ്ധതിയാണ്. ശ്രീവിദ്യാ സമ്പ്രദായത്തെ ദേവി ഉപാസനയെക്കുറിച്ച് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്, ഒരു മനുഷ്യൻ ജനിച്ച് എത്രയോ ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് അവർക്ക് ദേവീഭക്തരാവാൻ കഴിയുക. ആദ്യം നമ്മൾ വൈദികമായിട്ടുള്ള സമ്പ്രദായത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോവുക. അതിനുശേഷം വേദദേവതകളുടെ അനുഗ്രഹത്തോട് കൂടിയിട്ടാണ് ഒരു വൈഷ്ണവ സമ്പ്രദായത്തിൽ സഞ്ചരിക്കാൻ നമുക്ക് പറ്റാത്തത്. വൈഷ്ണവം എന്ന് പറയുമ്പോൾ വിഷ്ണുവിനെ പ്രധാന ദേവതയായി കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന രീതിയാണ്. വിഷ്ണുവിൻ്റെ അവതാരങ്ങളും അറിയാമല്ലോ, അതൊക്കെ ഇല്ലേ. ഇപ്പൊ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭഗവാൻ കൃഷ്ണനും വിഷ്ണു ഒക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ വിഷ്ണു ഭക്തി, വിഷ്ണു എന്ന് പറയുമ്പോൾ തന്നെ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഒക്കെ നമുക്ക് ഭക്തി അങ്ങനെ തുളുമ്പി നിൽക്കും. അമ്മയ്ക്ക് ഇല്ലാണ്ടല്ല, എന്നാലും കൃഷ്ണൻ എന്നൊക്കെ പറയുമ്പോൾ ഇല്ലേ, ആ ഒരു ഭാവം വേറെയാണ്. അപ്പൊ അങ്ങനെ പോയിട്ട് പിന്നീട് നമ്മൾ എന്താണ്, ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പരമേശ്വരനെ പരമശിവനെ ആരാധിക്കുന്ന ശൈവ സമ്പ്രദായത്തിലൂടെ സഞ്ചരിക്കുന്നു. അങ്ങനെ ശൈവ സമ്പ്രദായത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ശൈവമായിട്ട് ആ ആരാധനകളും അതിൻ്റെ ജപപുരസ്ചരണാദികളും ഒക്കെ ചെയ്തേ ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ എന്തായി, പിന്നീട് നമ്മൾ എത്തുന്നതാണ് ശക്തി സാധനയിലേക്ക്. ശക്തി സാധന അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠമാണ്. എന്താ ഏറ്റവും ശ്രേഷ്ഠ എന്ന് പറയാൻ കാരണം, നമ്മൾ ഈ
ഭഗവാന്മാരെ നമ്മൾ സാധാരണ എല്ലാവരും ഒന്നും ഇപ്പൊ അങ്ങനെ ദർശിച്ചിട്ടുണ്ടാവില്ല, ഒക്കെ ഫോട്ടോ കൂടെയൊക്കെ പലരും കണ്ടിട്ടുണ്ടായിരിക്കില്ലേ. പക്ഷേ സാധാരണ നമ്മൾ ഈ സീരിയൽ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ ഫോട്ടോ കാണുമ്പോൾ കാണാൻ പറ്റും ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരനും ഒക്കെ ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നത് കാണാൻ പറ്റും. എന്തായാലും ഇരുന്നുറങ്ങല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇരുന്നുറങ്ങല്ല. പിന്നെ എന്താണ്, ഇരുന്ന് ധ്യാനിക്കുകയാണ്. എന്തിനെയാണ് അവർ ധ്യാനിക്കുന്നത്? അവർക്ക് അല്ലെങ്കിൽ അവരെ പെറ്റ, അവരെ സൃഷ്ടിച്ച, അവർക്ക് ആധാരമായി വർത്തിക്കുന്ന സാക്ഷാൽ പരമേശ്വരിയെയാണ് ത്രിമൂർത്തികളും ധ്യാനിക്കുന്നത്. അങ്ങനെയുള്ള ആ പരാശക്തിയെ അതുകൊണ്ട് തന്നെ ആരാധിക്കാൻ പറ്റുക, അമ്മയെ അറിയാൻ പറ്റുക, അമ്മയുടെ സ്വരൂപമായി പറയപ്പെട്ടിരിക്കുന്ന മഹാശ്രീചക്രത്തെ, യന്ത്രരാജ്ഞിയാണ്. യന്ത്രങ്ങൾ ഒത്തിരി ഉണ്ടായിരിക്കാം ഇല്ലേ, നമുക്ക് സുദർശന യന്ത്രം ഉണ്ടായിരിക്കാം, മൃത്യുഞ്ജയം ഉണ്ടായിരിക്കാം, അശ്വാരൂഢം ഉണ്ടായിരിക്കാം, വിദ്യാരാജഗോപാൽ ഉണ്ടായിരിക്കാം. അങ്ങനെ പല തരത്തിലാണ് യന്ത്രങ്ങളുള്ളത്. യന്ത്രം എന്ന് പറഞ്ഞാൽ ദേവതാ സ്വരൂപം, അതായത് ജോമെട്രിക്കൽ ആയിരിക്കുന്ന ഒരു ജാമിതീയമായിരിക്കുന്ന ഈശ്വരീയ സ്വരൂപത്തെയാണ് യന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ യന്ത്രം പലതുണ്ടെങ്കിലും യന്ത്രരാജ്ഞിയായിട്ട് പറയുക സാക്ഷാൽ ശ്രീചക്രം, അത് ദേവിയുടെ സ്വരൂപ. അങ്ങനെയുള്ള ആ ദേവിയുടെ സ്വരൂപത്തോടുകൂള്ള ശ്രീചക്രത്തിൽ പരാശക്തിയെ ആരാധിക്കുക, ഉപാസിക്കുക, അടുത്തറിയാന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഭാഗ്യകരം. പറഞ്ഞു കഴിഞ്ഞു, ത്രിമൂർത്തികളും ആരാധിക്കുന്ന, സനകാദി ഋഷിവര്യന്മാരാൽ ആരാധിക്കപ്പെടുന്നു, മുനീശ്വരന്മാരും സിദ്ധന്മാരും ഒക്കെ ആരാധിക്കുന്ന, ഇന്ന് നമുക്ക് സുപരിചിതമായിരിക്കുന്ന ആധ്യാത്മികമായിരിക്കുന്ന മുഖങ്ങൾ, ഏറ്റവും ഉത്തംഗ ശൃംഗത്തിൽ വിരാജിക്കുന്ന നമ്മുടെ ഈ രാജ്യത്തും അല്ലെങ്കിൽ ഈ സംസ്കാരത്തിന്റെ ഭാഗമായി പുറത്തുമുള്ളവർ ആരൊക്കെയുണ്ടോ അവരെല്ലാം എങ്ങനെയാണ് ആ തലത്തിലേക്ക് എത്തി? പ്രത്യേകിച്ച് ആരുടെയും പേര് നമ്മൾ പറയുന്നില്ല, എന്നാൽ പോലും ഈ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. നമ്മളുടെ ആധ്യാത്മിക മണ്ഡലത്തിൽ ശോഭിച്ച് നിൽക്കുന്ന ഒരുപാട് ഈ ദേവി ദേവഭാവത്തിൽ നിൽക്കുന്ന അമ്മമാരും അതുപോലെ തന്നെ ബാബമാരും ആചാര്യന്മാർ ഗുരുക്കന്മാരും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഇല്ലേ. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, സ്വാമി വിവേകാനന്ദൻ, പരമഹംസര്, ഇങ്ങനെയുള്ള ഓരോരുത്തരും. അപ്പൊ ഇവരൊക്കെ എങ്ങനെയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന പലരും. അതുകൊണ്ടാണ് അത് എല്ലാവരെയും പേര് പറഞ്ഞൊരു വിഷമം വേണ്ട, ചിലരെ പറയാൻ വിട്ടു കഴിഞ്ഞാൽ വിഷമമില്ലേ, അതുകൊണ്ട് അത് വേണ്ടായിരുന്ന ആരുടെയും പേര് പ്രത്യേകം എടുത്ത് പറയാത്തത്. അങ്ങനെയുള്ളവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു മേഖല എത്തി നിൽക്കുന്നത്? ഒരു സംശയവുമില്ല, അവർ പുറത്ത് ചിലപ്പോൾ വൈഷ്ണവായിരിക്കും പറയുക, അല്ലെങ്കിൽ ശൈവ വീക്ഷണായിരിക്കും പറയുക. പക്ഷെ അതല്ല അവർ സാധന ചെയ്യുന്നത്, അവരെ ആ മേഖലയിൽ എത്തിച്ചിരിക്കുന്നത്, അവരൊന്ന് ശോഭിച്ച് നിൽക്കുന്നത് സാക്ഷാൽ പരാശക്തിയെ, അതും സംശയമില്ലാണ്ട് നമുക്ക് പറയാൻ പറ്റും ശ്രീവിദ്യാ തന്ത്രസാധനയുടെ ഭാഗമായിട്ട് ശ്രീചക്രത്തിൽ മഹായാഗ ക്രമാരാധ്യായ നമ എന്ന് പറയുന്ന മഹായാഗ ക്രമത്തിലൂടെ സാക്ഷാൽ പരാശക്തിയെ ശ്രീചക്രത്തിൽ ഉപാസിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണല്ലോ, ഉപാസിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അവർ നമ്മുടെ മുന്നിലൊക്കെ ആ ഒരു ആധ്യാത്മിക മണ്ഡലത്തിൽ ശോഭിച്ചു നിൽക്കുന്നത്, ഭൗതിക മണ്ഡലത്തിൽ ശോഭിച്ചു നിൽക്കുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ എത്താൻ പറ്റും. ഈ തലത്തിൽ ആധ്യാത്മികമായിട്ട് വലിയ അങ്ങനെ ഇരിക്കാനൊന്നും പലർക്കും ആഗ്രഹം ഉണ്ടാവില്ല. സ്വന്തം ഭൗതിക ജീവിതം ഡെവലപ്പ് ചെയ്യണം, അതിന് അനുഗ്രഹം ഉണ്ടായിരിക്കണം, നന്നായി വരണം, കുട്ടികൾ നന്നായിരിക്കണം, ഭർത്താവ്, ഭാര്യ, കുടുംബം, ഈ രാഷ്ട്രം നന്നായിരിക്കണം, അങ്ങനെ പല ധാരണ ഉണ്ടാവും. എന്താണോ നമ്മളുടെ ചിന്ത, ഏതാണോ നമ്മളുടെ ആ ഒരു മനസ്സിലുള്ള സങ്കല്പം, അത് മതി. എല്ലാവരും ഒരുപോലെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അമ്മയും ബാബയും ഒന്നും ആവണമെന്നൊന്നും ആഗ്രഹിക്കില്ല. എന്നാൽ പോലും നമുക്ക് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഉയർച്ച സാധ്യമാണ്. ആ സാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു കഴിഞ്ഞത് അമ്മയെ ആരാധിക്കേണ്ട മഹാഭാഗ്യമാണ്. നേരത്തെ ഒരു കാര്യം നമ്മൾ പറയണ്ടായി, നമ്മുടെ സമൂഹത്തിൽ കാണുന്ന, മുഖ്യധാരയിൽ കാണുന്ന ആചാര്യന്മാരൊക്കെ വൈഷ്ണവം, ശൈവം ഇതൊക്കെ പറയുന്ന ആളുകളാണെങ്കിലും അവരൊക്കെ ആത്യന്തികമായി ആരാധിക്കുന്നത് പരാശക്തിയാണെന്ന് പറയേണ്ടത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? എന്തായി അവരത് പുറത്ത് ഇതൊന്നും പറയാത്തത്? അവിടെയാണ് അന്തഃശാക്ത ബഹിശൈവ സഭായാം വൈഷ്ണവ എന്നൊരു പ്രമാണമുണ്ട്. ശാക്തേയനാണെങ്കിൽ പോലും, ശക്തിയെ ഉപാസിക്കുന്നവനാണെങ്കിൽ പോലും അന്തഃശാക്ത, അന്തഃപുരത്തിലാണ് ശക്തി സാധന പറഞ്ഞിരിക്കുന്നത്. രഹസ്യം, അതിരഹസ്യം, പരാപര അതിരഹസ്യം എന്നൊക്കെ പറയും. അപ്പൊ അത്ര ഗുപ്തമായിട്ടാണ്, അങ്ങനെ പുറത്തേക്ക് പറയേണ്ടത് തന്നെയാണ്. എന്താണ് സഭായാം വൈഷ്ണവ, ലോകര് മധ്യേ ലോകാചാരം. അപ്പൊ സാധാരണക്കാരുടെ ഇടയിൽ വരുമ്പോൾ ചിലപ്പോൾ അമ്മ ഭക്തനാണെന്ന് തോന്നില്ല. പക്ഷെ എങ്ങനെയത് മനസ്സിലാക്കാൻ പറ്റുക?
അവരുടെ ആ ഉയർച്ച, വളർച്ച ഇതൊക്കെ കണ്ട് മനസ്സിലാക്കണം പരാശക്തിയാണ് ഉപാസിക്കുന്നത് എന്നുള്ളത്. പരാശക്തി ഉപാസിക്കാൻ നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറയുകയുണ്ടായി. അമ്മയുടെ 10 ഭാവങ്ങളിൽ കാളി, താര, ചിന്നമസ്ത, ധൂമാവതി, ബകളാമുഖി, ത്രിപുരസുന്ദരി ഒക്കെ നമ്മൾ പറയുകയുണ്ടായി. അപ്പൊ അതിൽ ഏറ്റവും ഉത്കൃഷ്ടമായതായിട്ട് ഈ 10ഉം ശ്രേഷ്ഠമാണ് കേട്ടോ. 10ഉം ശ്രീവിദ്യ തന്നെയാണ്, മഹാവിദ്യകളാണ്. എന്നാലും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നമ്മൾ പറയുക എന്താണ്, ഈ ത്രിപുരസുന്ദരി ആയിരിക്കുന്ന ലളിതാ പരമേശ്വരിയാണെന്ന് പറയുന്നത്. ശ്രീവിദ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ജ്ഞാനം നമുക്ക് പ്രദാനം ചെയ്യുന്നതൊപ്പം തന്നെ നമുക്ക് ഭൗതികമായ കാര്യങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ശ്രീചക്രം നമ്മൾ സാധന ചെയ്യണമെങ്കിൽ സാമാന്യേന ശ്രീചക്രത്തിന് ആ ഒരു ശ്രീചക്രത്തെ നമ്മളുടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ശ്രീവിദ്യയെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താണ് ശ്രീവിദ്യ? ശ്രീവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ പ്ലസ് വിദ്യ. ശ്രീ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായത്, ഐശ്വര്യം, പകരം വെക്കാൻ മറ്റൊന്നുമില്ലാത്തത് എന്നൊരർത്ഥമുണ്ട്. മറിച്ച് ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മവിദ്യ, ബ്രഹ്മം, പരമമായ പരമേശ്വര തത്വം എന്നുള്ളത് ശ്രീക്ക് അർത്ഥമുണ്ട്. അപ്പോ ആ ശ്രീ, അപ്പൊ പരമമായ എന്തോ അത് ബ്രഹ്മം നമുക്ക് വിളിക്കാം അല്ലേ? ആ ബ്രഹ്മ വിദ്യ, അതായത് ശ്രീവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മവിദ്യയാണ്. വിദ്യ എന്ന് പറഞ്ഞാൽ അറിവ്. അപ്പോ എന്താണോ പരമമായി പ്രപഞ്ചത്തിൽ ഒരറിവുള്ളത്, മറ്റൊന്നും, ഇപ്പോ നമ്മളുടെ ഉപനിഷത്തുകാരൻ പറയുന്നുണ്ട്, ഒരു ശിഷ്യൻ ഗുരുവിനെ കാണാൻ പോയ സമയത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തറിവാണ് വേണ്ടത്? ഇപ്പൊ നമ്മളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആശ്രമത്തിൽ ഒത്തിരി ആളുകൾ വരും, പല ആവശ്യത്തിനാണ് വരിക. അപ്പൊ പല ആവശ്യത്തിന് വരുന്ന സമയത്ത് പലരോടും പലതും ഇങ്ങനെ ചോദിച്ചിട്ട് സാധനയ്ക്കൊക്കെ വരുന്ന ആളുകളുണ്ട്, സാധനാപരമായ താല്പര്യവുമായിട്ട്. അപ്പൊ നമ്മളൊക്കെ അവരോട് ചോദിക്കും, എന്താണ് അങ്ങേക്ക് വേണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്ത് പലരും പല ആവശ്യമാണ് പറയുക. ചിലർ ജീവിത വിജയമായി പറയുക, ചില ആത്മീയമായിട്ടുള്ള കാര്യം, ചില ദേവതകളുടെ പേര് പറയും. എനിക്ക് കാളിയെ ഉപാസിക്കണം, എനിക്ക് ശിവനെ ഉപാസിക്കണം, ഇതുപോലെ തന്നെ എനിക്ക് ത്രിപുരസുന്ദരി ഉപാസിക്കണം. അങ്ങനെ പല ദേവതയും ചാത്തനും മാടനും ഇതൊക്കെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പലതും പറയുന്ന നേരത്ത് അവരൊരു കൃത്യമായ അതിന് കാരണം പറയും, ഇന്നതാണ് ഉദ്ദേശം എന്ന് പറയും. പക്ഷെ ഉപനിഷത്ത് പറയുന്നത് അങ്ങനെയല്ല. കസ്മിന് ഭഗം വിജ്ഞാതേ സർവ്വവിധം വിജ്ഞാതം ഭവതി എന്നാ പറയുന്നത്. ഏതൊന്നറിഞ്ഞാലാണോ ഇനിയൊന്നും അറിയാൻ ഇല്ലാത്തത്, ഇതറിഞ്ഞാൽ മറ്റൊന്നും പിന്നെ അറിയാനില്ല, അങ്ങനെയുള്ള പരമമായ അറിവിനെ എനിക്ക് തന്നാലും എന്നാണ് ഉപനിഷത്തിൽ പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ഇവിടെ ശ്രീചക്ര ക്ലാസ്സിൽ, ശ്രീവിദ്യ അല്ല ശ്രീചക്രത്തിന്റെ ക്ലാസ്സിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ എത്ര പേര് ഈ ഒരു ധാരണയിലാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ ഒന്നുണ്ട്, നിങ്ങൾ എന്ത് ധാരണയിൽ വന്നാലും ഇതറിഞ്ഞാൽ മറ്റൊന്നും അറിയാനില്ല. ഇപ്പൊ നമ്മൾ ഇതിലുള്ള അധികം ആൾക്കാരും നമ്മുടെ ലളിതാ സഹസ്രനാമത്തിന്റെ, അവിനാശി നയിക്കുന്ന ലളിതാ സഹസ്രനാമത്തിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവരായിരിക്കാം. ആ ശ്രീമാതേ എന്ന് തുടങ്ങുന്ന മന്ത്രത്തിൽ നിന്ന് ശ്രീ ശിവശക്തിക്ക് ലളിതാംബിക രൂപ. അപ്പൊ ശ്രീ സാക്ഷാൽ ശിവശക്തി മേളനത്തിൽ അവസാനിക്കുന്ന ലളിതാ സഹസ്രനാമം പാരായണം ചെയ്ത് നമ്മൾ എന്തിനു വേണ്ട? ദേവിയുടെ കടാക്ഷം ഉണ്ടാവണം എന്നാ പറഞ്ഞത്. ആ കടാക്ഷത്തിന്റെ ലക്ഷണം എന്താ? ആ ദേവി കടാക്ഷിച്ചതിന്റെ ലക്ഷണം മറ്റൊന്നുമല്ല, ശ്രീചക്രത്തിൽ അർച്ചന ചെയ്യാനാവുക, ശ്രീചക്രത്തിൽ പൂജ ചെയ്യാനാവുക എന്ന് തന്നെയാണ്. ദേവിയുടെ സ്വരൂപം ദേവി നമ്മുടെ മുന്നിൽ എത്തിക്കുകയാണ്. അപ്പൊ അവിടെയാണ് മറ്റൊന്നും, ഇതറിഞ്ഞാൽ മറ്റൊന്നും അറിയാനില്ല. ഇവിടെ ദേവിയുടെ സ്വരൂപം ശ്രീചക്രമാകുമ്പോൾ, ശ്രീചക്ര പൂജാ പദ്ധതി എന്ന് പറയുമ്പോൾ സാധാരണ പൂജകൾ, നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ നടക്കുന്ന പൂജകൾ, നമ്മളെ വീട്ടിൽ വഴിപാട് പൂജകൾ, നമ്മളിപ്പോൾ പലരും പൂജ പഠിച്ച ആളുകൾ ഉണ്ടായിരിക്കും ഇതിൽ, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അത്തരം പൂജകളുടെ പ്രത്യേകത, അത് സാധാരണ പഞ്ചോപചാര പൂജ ഉണ്ട്. ഏറ്റവും ലളിതമായിട്ട് നമ്മളൊരു ഉപചാരങ്ങൾ പറയുമ്പോൾ പഞ്ചോപചാരം, ജലഗന്ധ പുഷ്പധൂപ ദീപാദികൾ കൊണ്ടുള്ള ഒരു പൂജ, സാധാരണ കാണുന്ന ഒരു പൂജ. ഇതല്ലാണ്ട് പിന്നെ ശ്രേഷ്ഠമായിട്ട് ഇപ്പം അമ്പലങ്ങളിലൊക്കെ നടക്കുന്ന പൂജ 16 ഉപചാരങ്ങളോട് കൂടിയിട്ടുള്ള പൂജയെ പറയാം. എന്നാൽ ശ്രീചക്ര പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുഷ്ടട്ടി ഉപചാരം നിങ്ങൾ ലളിതാസനത്തിൽ പറയും ഇല്ലേ? അപ്പോൾ 64 ഉപചാരങ്ങളെ കൊണ്ടാണ് നമ്മൾ ഈ ശ്രീചക്രം പൂജിക്കുന്നത്. അതുകൊണ്ട് പകരം വെക്കാത്ത പൂജയാണ്. മറ്റൊരു പൂജയും ഇതിനോട് ചേർത്ത് വായിക്കാൻ കഴിയില്ല. ഏറ്റവും ശ്രേഷ്ഠം ഈ 64 ഉപചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പാദ്യങ്ങൾ സമർപ്പയാമി, അർഘ്യം സമർപ്പയാമി ഇല്ലേ, അല്ലെങ്കിൽ പറഞ്ഞ പതകം സമർപ്പയാമി, മഹാപതകം സമർപ്പയാമി, ഘടകം സമർപ്പയാമി, അങ്ങനെ ഓരോ കാര്യദക്ഷിണ സമർപ്പയാമി, ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് കാഴ്ചയ്ക്ക് പൂജയിൽ ഓരോ സമർപ്പിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇതിനൊക്കെ ഒരു ഇന്നർ മീനിങ് ഉണ്ട്. നമ്മൾ കേവലം നമുക്ക് പ്രത്യക്ഷത്തിൽ ദേവതയെ കാണുമെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കരുതുന്നുവെങ്കിലും
അത് മാത്രമല്ല ഇതിലൊരു അന്തർലീനമായിരിക്കുന്ന ആത്മീയ അർത്ഥ തലങ്ങളുണ്ട് പൂജയിൽ. അതുകൊണ്ട് തന്നെ ശ്രീചക്രത്തിന്റെ പൂജയിൽ 3 ഭാവം ഉണ്ട് എന്നാ പറയാ. 3 ഭാവം ഉണ്ട് ശ്രീചക്രത്തിൽ. അത് ഒന്ന് ഈ പറയുന്ന പോലെ അപര ഭാവമാണ്. അപര. അടുത്താണ് പരാപര, പിന്നെ പരാർച്ചനം. അപ്പൊ അപരാർച്ചനം, പരാപരാർച്ചനം, പരാർച്ചനം, ഇങ്ങനെയാണ് പറയാം. അപ്പൊ അപര പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മളൊക്കെ ആരംഭിക്കുകയാണ് ഇല്ലേ? ആരംഭിക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ഒരു മനുഷ്യനാണ്, സ്ത്രീയോ പുരുഷനോ എന്തോ നമ്മൾ മനുഷ്യനാണ്. നമ്മൾ പൂജിക്കുന്ന നമ്മുടെ ഇഷ്ടദേവതയായിരിക്കുന്ന സാക്ഷാൽ പരാശക്തിയെ, ലളിതാ പരമേശ്വരി, ത്രിപുരസുന്ദരിയായിട്ട് ലളിതാ പരമേശ്വരിയായിട്ട് ലളിതാസമത്ത് ഇതുവരെ കേട്ട അമ്മേനെ പൂജിക്കുന്നു. അപ്പൊ നമ്മൾ വേറെയാണ്, അമ്മ വേറെയാണ്. അങ്ങനെ നമ്മളിൽ നിന്ന് അന്യമായിരിക്കുന്ന ആ ദേവതയെ പൂജിക്കുന്ന ആ ഭാവത്തിനെയാണ് അപരാഭാവം എന്ന് പറയാം. പരാഭാവം. നിങ്ങൾ ലളിതാസമത്തിലൊരു വാക്ക് കേട്ടിട്ടുണ്ടാവും, വിദ്യാവിദ്യാസ്വരൂപിണി അല്ലേ? വിദ്യയും അവിദ്യയുമായിരിക്കുന്ന സ്വരൂപത്തോട് കൂടിയിരിക്കുന്നവൾ. അപ്പൊ വിദ്യയുമാണ് അമ്മ, അവിദ്യയുമാണ്. എന്താ വിദ്യ അവിദ്യയും? വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവാണ്, അവിദ്യ പറഞ്ഞാലോ അറിവുകേട് ഇല്ലേ? അങ്ങനെയല്ല, അറിവുകേടല്ല. ഈ പ്രപഞ്ചത്തില് വേദേതിഹാസ പുരാണ സ്മൃതികളെല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ടോ, ഏത് മതഗ്രന്ഥങ്ങൾ ഉണ്ടാവട്ടെ, എന്തിപ്പം നിങ്ങൾ പഠിക്കുന്ന സയൻസ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, എന്തോ ഹിസ്റ്ററി ആവട്ടെ, എന്തും ആവട്ടെ, പുതിയ ടെക്നോളജി ഒക്കെ ഉണ്ട്, ഇതൊക്കെ ആവട്ടെ, ഇതൊക്കെ അവിദ്യയിലാണ് വരിക. അവിദ്യ. അതുകൊണ്ട് അറിവല്ല എന്ന് പറയാൻ പറ്റുമോ? അവിദ്യ എന്ന് പറഞ്ഞാൽ അറിവ് തന്നെയാണ്. അപ്പൊ എന്താ വിദ്യ? അറിവിലൂടെ അറിയപ്പെടുന്നത് എന്തോ അതാണ് വിദ്യ. അപ്പൊ വിദ്യ എന്ന് പറയുമ്പോൾ അവിദ്യ അറിവാണ്. ആ അറിവുകളിലൂടെ നമുക്ക് അറിയപ്പെടേണ്ടത് എന്തോ. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഭൗതിക ജ്ഞാനത്തെക്കുറിച്ചല്ല. അതുകൊണ്ട് തന്നെ ആത്മീയ ജ്ഞാനത്തെക്കുറിച്ച്, ആത്മീയ ജ്ഞാനത്തിൽ ആത്മീയതയെ നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ഉപാധികൾ പലതാണ്. വേദപാരമ്പര്യം ഉണ്ടാവും, തന്ത്രപാരമ്പര്യം ഉണ്ടാവും, മറ്റ് മതങ്ങൾ തന്നെ ഉണ്ട്, മറ്റ് യോഗ പദ്ധതികളുണ്ട് ഇല്ലേ? പല. ഇപ്പൊ കളരി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ കരുതുക? കളരി കണ്ടു കഴിഞ്ഞാൽ മാർഷൽ ആർട്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അടിയും കുത്തൊക്കെയാണെന്ന് കരുതും. പക്ഷെ അങ്ങനെയല്ല. കളരിയിലാണെങ്കിലും കളരി ബന്ധനത്തിൽ നമ്മൾ ഒരു ശ്രീചക്ര വിന്യാസോടെ പൂത്തറ എന്നൊക്കെ പറയും. ഒരു മൂലയിൽ നിരവധി കോണിലായിട്ട് ഒരു പൂത്തറ ഗട്ടി ഇങ്ങനെ സ്റ്റെപ്പായിട്ട് 7 തട്ടായിട്ടും ചിലർ 9 തട്ട വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കാണാൻ പറ്റും. എന്താണ് ശ്രീചക്രത്തിന് ഒരു ഒറ്റ കോണായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അവിടെയും ഉള്ളത് കേവലം ഒരു തല്ലും ഇടിയൊന്നുമല്ല, അങ്ങനെ കരുതാൻ പാടില്ല. അത് ഒരു ആത്മീയതയാണ്. അതുകൊണ്ട് തന്നെയാണ് നിരൃതിയിൽ നിന്ന് ഈശാനത്തിലേക്ക്, ഈശാന നിരൃതിക്കൊക്കെ പോകുന്ന ഒരു സഞ്ചാരം അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് വെച്ചാണ് അവിടെ. അതുപോലെ തന്നെയാണ് അവര് ഓരോ ചെയ്തു തുടങ്ങുമ്പോൾ, കളരി ബന്ധനമൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഓരോ സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് ഒക്കെ അതിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മളെ ഭാരതീയമായ എല്ലാ ദർശനങ്ങളിലും താന്ത്രികമായ, ഭാരതീയം മാത്രമല്ല, ഭാരതത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല തന്ത്രശാസ്ത്രം. അത് ലോകത്തിന്റെ എല്ലാ കോണിലും നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ചൈനയിലൊക്കെ ഇവിടുന്ന് പോയ തന്ത്രശാസ്ത്രം ഏറ്റവും കൂടുതൽ പ്രചരിച്ചത് ഇപ്പൊ ബുദ്ധിസത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് വജ്രയാന ബുദ്ധിസം ഒക്കെ തന്നെ തന്ത്രത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പൊ അവിടെ അപ്പോൾ കളരിയാവട്ടെ എന്തുമാകട്ടെ, അപ്പൊ അവിടെ കാണുന്നത് കേവലം ഒരു സംഭവമല്ല, മറിച്ച് അത് തന്ത്രശാസ്ത്രത്തിന്റെ സാധനാ പദമാണ്. ഇപ്പൊ നമ്മൾ നരസിംഹത്തെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? നരസിംഹ മന്ത്രങ്ങള് നമ്മൾ ജപിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു കളരിക്കാരൻ എങ്ങനെയാ നരസിംഹമന്ത്രം ജപിക്കുക? അയാള് നേരെ അതിന് അവർക്ക് ചുവടുകളുണ്ട്. അങ്ങനെയാണ്. അപ്പൊ ആ നരസിംഹ ഭാവത്തിൽ നിന്ന്, സിംഹവടിവിൽ നിന്നിട്ടാണ്, സിംഹവടിവുണ്ട് അവർക്ക്, ആ സിംഹവടിവിൽ നിന്നിട്ടാണ് നരസിംഹത്തിന്റെ മന്ത്രം ജപിക്കുക. കൂർമ്മവടിവിൽ നിന്നിട്ടാണ് കൂർമ്മമന്ത്രം ജപിക്കുക. അങ്ങനെ ഓരോന്നും മയൂരവടിവിൽ നിന്നിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുന്ന രീതിയുണ്ട്. അപ്പൊ അത് പറഞ്ഞത് നമ്മളുടെ ഈ സമ്പ്രദായങ്ങളൊക്കെ തന്നെ, അപ്പൊ ഇതൊക്കെ കേവലം നമ്മൾ പറയാം അവിദ്യയാണ്, അറിവാണ്. എന്നാലോ അതിലൂടെ നമ്മൾ പോയിട്ട് അടിയല്ല പഠിക്കുന്നത്, മറിച്ച് മർമ്മങ്ങളും മറ്റുള്ളതും പഠിച്ച് ആത്യന്തികമായി അറിയപ്പെടേണ്ടതെന്തോ അതാണ് അവിടെ അറിയുക. അതുകൊണ്ട് നാട്യശാസ്ത്രമുള്ള ഇങ്ങനെ തന്നെയാണ്. നാട്യശാസ്ത്രത്തിലും തന്നെ നമ്മളിപ്പോൾ 108 മന്ത്രം ജപിക്കാൻ പറയുമ്പോൾ, 108 കലകളെ കുറിച്ച് പറയുമ്പോൾ അവിടെ കരണങ്ങളെ കുറിച്ച് പറയുന്നു, മുദ്രകളെ കുറിച്ച് പറയുന്നു. രാധയതി മുദ്ര, നമ്മൾ തന്ത്രശാസ്ത്രത്തിൽ മുദ്രയുണ്ട്, അതുപോലെ നൃത്തകലയിൽ മുദ്രയുണ്ട്. അപ്പൊ അവിടെയും എന്താണ്? കേവലമല്ല, അതും തന്ത്രശാസ്ത്ര സംബന്ധിയാണ്. സാക്ഷാൽ പരമശിവനിൽ നിന്നാണ് നാട്യകല ഉണ്ടാകുന്നത്. നന്ദിക്കാണ് പകർന്നു കൊടുക്കുന്നത്, നന്ദികേശൻ. പിന്നെ നന്ദികേശനിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പൊ അവിടെ എന്താണ്? അത് അവിദ്യയാണ്. പക്ഷെ അതിലൂടെ അറിയപ്പെടേണ്ടത് ആത്യന്തികമായത് എന്തോ അതാണ്. അതാണ് വിദ്യ.
സംഗീതമാണെങ്കിലും നമുക്ക് എല്ലാവർക്കും സ രി ഗ മ പ ധ നി സ. അപ്പൊ അതും തന്നെ വേരിയേഷൻ ആണ്. അത് മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിലേക്ക്, സഹസ്രാരത്തിൽ നിന്ന് സൃഷ്ടി സ്ഥിതി സംഹാരാത്മകമായിരിക്കുന്ന ആ ഒരു താളത്തിന്റെ ഒഴുക്ക്, ആ സിംഫണി എന്ന് പറയുന്നത് തന്നെ അതും തന്ത്രമാണ്. അപ്പൊ പറഞ്ഞു വന്നത് ഇതെല്ലാം തന്നെ ആയുർവേദത്തിൽ എല്ലാം പറഞ്ഞാൽ നമുക്ക് ഇത് ഇന്നത്തെ ക്ലാസ്സിൽ തീരില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ശാസ്ത്രങ്ങളെല്ലാം തന്നെ തന്ത്രശാസ്ത്ര സംബന്ധിയാണ്. അല്ലെങ്കിൽ തന്ത്രം എന്ന വാക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അറിവ്, അതിന് വേദം എന്ന് പറയാം. അറിവ് വേദം. അപ്പൊ ഇതൊക്കെ വേദങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറയണ്ടായി, നമ്മൾ എന്താ പറയാ, അറിയാം നമുക്ക് ആത്യന്തികമായ ലക്ഷ്യം മോക്ഷമാണ്. അതിന് 2 വേർഷൻ ഉണ്ട്, വേദപാരമ്പര്യം, തന്ത്രപാരമ്പര്യം എന്നുള്ളത്. അപ്പോൾ ആ തന്ത്രപാരമ്പര്യം വേദപാരമ്പര്യം എന്താണ്? ശ്രുതിയാണ്, കേട്ടുപഠിക്കുന്ന വിദ്യയാണ്. അപ്പൊ അത് അറിവാണ്. അറിവിലൂടെ അറിയപ്പെടേണ്ടത് എന്തോ അതാണ് പരമമായ സത്യം. അങ്ങനെ അറിയപ്പെടേണ്ടത് അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അപരാ അർച്ചന അല്ലെങ്കിൽ അപരാ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടേണ്ടത് ഞാനല്ല, അത് വേറെ എന്തോ ആണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഞാനല്ല, ശിവൻ എന്ന് പറഞ്ഞാൽ ഞാനല്ല, പരാശക്തി എന്ന് പറഞ്ഞാൽ ഞാനല്ല. മറ്റ് സെമിറ്റിക് മതങ്ങളൊക്കെ പലപ്പോഴും ഇല്ലേ, അവർക്ക് ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് മാത്രമല്ല നമ്മുടെയും ചില സിദ്ധാന്തങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട്, ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ മുകളിൽ ആകാശത്തിന്റെ അപ്പുറത്ത് ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്ന രൂപമായിട്ട്. ഇപ്പൊ ഈ പരിശുദ്ധ ഖുർആനിലൊക്കെ പറയുക, അവർ പറയുക വെച്ചാൽ ഈ ദൈവത്തിന്റെ സിംഹാസനം അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ അള്ളാഹ് എന്ന് പറയുന്ന സങ്കല്പം ജലോപരി അതിന്റെ അർശിൽ വിശ്രമിച്ചു, സിംഹാസനത്തിൽ വിശ്രമിച്ചു. ഇതുപോലെ തന്നെ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും, ദൈവം സ്വർഗസ്ഥനായ പിതാവ് ആ ഒരു സീറ്റിലിരിക്കുന്ന പോലെ നമുക്ക് അറിയാൻ പറ്റും. പുരാണങ്ങളിൽ എല്ലാ ദേവതകളും ഇരിക്കുന്നുണ്ടും ആത്യന്തികമായ സത്യം നമുക്കങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് കാണാൻ പറ്റില്ല. എന്നാലും ആലേഖനം ചെയ്യുമ്പോൾ ആലിലയിൽ ഒരു വെള്ളത്തിൽ ഒഴുകി നിൽക്കുന്ന ഒരു ഇലയിൽ കൃഷ്ണൻ ഇങ്ങനെ അല്ലേ തള്ളവരിൽ കടിച്ച് ഇങ്ങനെ അവർ അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന പോലെ കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എന്താണ് അത്? കാരണഭൂതമായിരിക്കുന്ന ബിന്ദുവിനെ കാണിക്കുന്നതാണ്. കാരണജലാണ്, സമുദ്രജലം അല്ല. അത് പാലാഴി എന്നുകൊണ്ട് മഹാവിഷ്ണു കിടക്കണമെന്ന് കാണിക്കുന്നത് വെള്ളമല്ല. വെള്ളമാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ വെള്ളമല്ലേ കാണിക്കേണ്ടത്? അങ്ങനെയല്ലല്ലോ, പാലാഴിയാണ്, പാലാണ്, പാൽക്കടലാണ്. പാൽക്കടലിൽ പള്ളി കൊള്ളുന്ന സാക്ഷാൽ നാരായണനാണ്. അപ്പൊ അവിടെ എന്താണ്? അത് അമൃതധാരയാണ്. അമൃതധാര കാരണജലമാണ്. ആനന്ദത്തിന്റെ ആഴക്കടലിലാണ് അവിടെ മഹാവിഷ്ണു അനന്തന്റെ പുറത്ത് ശയിക്കുന്നത്. അത് കേവല സിംഹാസനമല്ല, അനന്തൻ അനന്തതയുടെ ഭാഗമാണ്. അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പൊ എന്താണ്? ഇതൊക്കെ അറിവാണ്. അറിയപ്പെടേണ്ടത് എന്തോ അത് പരമമായ സത്യം. അറിയപ്പെടുന്നു നമ്മളും 2 എന്ന ഭാവത്തിൽ പൂജ ചെയ്യുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് അപരാപൂജനം എന്നുള്ളത്. ഇതിന് ശേഷം 2 എന്നുള്ളത് വന്നു. 2 എന്ന് പറയാൻ കാരണം 2 വന്നിട്ടില്ല, അത് വേറെയാണ്, ഞാൻ ഒന്നുമല്ല എന്നുള്ള ഭാവമാണ്. ഇനി എന്താണ്? ഈ ഞാനൊന്നുമല്ല എന്നുള്ളതിൽ നിന്ന് എൻ്റെ തന്നെ പ്രതിബിംബമാണ് എന്നൊരു ധാരണയിൽ നമ്മൾ പൂജ ചെയ്യും. 2ാമത്തെ സെക്ഷൻ ശ്രീചക്രം പൂജിക്കുമ്പോൾ ആദ്യം നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഇത് ലളിതാർച്ചനമാണ്. ലളിത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ലളിതാ പരമേശ്വര അർത്ഥത്തിലല്ല എടുത്തത്, ലഘു എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ലഘുവായിട്ട് അതിൽ വലിയ ഈ സമ്പ്രദായം പറയുന്ന ബീജ അക്ഷരങ്ങളോ അതുപോലെ തന്നെ മുദ്രകളോ ഒന്നും തന്നെ ഇല്ല. സമ്പ്രദായം അനുശാസിക്കുന്ന ഗുപ്തതയൊക്കെ നിലനിർത്തിക്കൊണ്ട്, എന്നാൽ ലോകർക്ക് വേണ്ടി, ലോകർക്ക് ചെയ്യാൻ അധികാരഭേദമുണ്ട് എല്ലാത്തിനും. അപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ്, എന്നാൽ എല്ലാവർക്കും ഉള്ളതല്ല. എല്ലാവർക്കും ഉള്ളതല്ലാത്ത എന്താണ്? അതിന് മാനദണ്ഡം ഈ ധർമ്മം ഒരിക്കലും ജാതിയോ വർണ്ണമോ ലിംഗമോ തൊഴിലോ ഒന്നും ഈ ധർമ്മം മാനദണ്ഡമാക്കിയിട്ടില്ല. അത് പിന്നീട് ഇടക്കാലത്ത് വന്ന മൂല്യച്യുതിയുടെ ഭാഗമായിട്ടാണ്. അത് ഇന്നും ഇല്ലേ? ഇന്നിപ്പോ എല്ലാ അറിവും എല്ലാവർക്കും കിട്ടുമോ? കിട്ടാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവും, പക്ഷെ പോയൊക്കെ ഉണ്ടോ? കിട്ടില്ല. അപ്പൊ അതിന് കാരണം എന്താവും? ചിലപ്പോൾ ഈ സാമ്പത്തികമാണ്, ഇപ്പൊ വേറെ എന്തെങ്കിലും പറയും. ഇതൊക്കെ എന്താ വെച്ചാൽ ചില ആളുകൾ കൈയടക്കി വെക്കുകയാണ്. അത് ഇന്നവരെന്നൊന്നും ഇല്ല കേട്ടോ. അത് എവിടെയായാലും, ഈ രാജ്യത്ത് മാത്രമൊന്നുമല്ല, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതാണ് ഈ കാലത്തിന് മുമ്പ് ഇവിടെ ഉണ്ടായത്. അതിങ്ങനെ മാറി എല്ലായിടത്തും വരുന്ന പോലെ ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആധ്യാത്മികമായി ജ്ഞാനത്തിൽ നിന്ന് ആരെയും തടഞ്ഞിട്ടില്ല, എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ അത് ആ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ എന്താണ്, നമ്മൾ ഇന്ന് വേറെ ആയിരിക്കുന്ന ദൈവത്തെ കാണുന്ന ആളുകളാണ് എല്ലാവരും. ഇനിയാണ് ഞാൻ തന്നെയാണ് ഞാനും ദൈവവും, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ഭാഗമാണ് ഞാൻ എന്ന രീതിയിലേക്ക് നമ്മൾ ഈ ആരംഭത്തിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പൂജിച്ചു വരുമ്പോൾ നമുക്ക് ആ ഒരു ബോധോദയം ഉണ്ടാകും നമുക്ക്. അതിനെയാണ് പരാപര പൂജനം. പരയും അപരയുമായിരിക്കുന്ന ദൈവമുണ്ട്, ദൈവത്തിന്റെ ഭാഗമായിരിക്കും ഞാനും ഉണ്ട്. പരാപര പൂജനം എന്ന ഭാവത്തിൽ പൂജ ചെയ്യും. അടുത്തതാണ് അപ്പൊ ആ പൂജ എങ്ങനെ ചെയ്ത് ആ രീതിയിൽ ശ്രീചക്രത്തിലോ ഒക്കെ പൂജിക്കുന്ന നേരത്തെ എന്താ ഉണ്ടാവുന്നത്?
ചക്രപൂജനം ചെയ്യുമ്പോൾ അവസാനത്തിൽ നമുക്കൊരു ബോധ്യം വരും. ആ ബോധ്യമാണ് പരാപൂജനം. പരാപൂജനം, പരാ എന്ന് പറഞ്ഞാൽ എന്താണ്? പരാ എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി, നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്ക്, അത് എപ്പോഴും പറയുമ്പോൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ ഒരു ബോറടി ഉണ്ടായിരിക്കും. ആത്യന്തികമായി എന്തുണ്ടോ, എന്ത് പേര്, ആരെന്ത് പേര് വിളിച്ചാലും വിരോധമില്ല. കാരണം അതിൻ്റെ പേരൊക്കെ നമ്മൾ കൽപ്പിക്കുന്ന, അല്ലാണ്ട് സർവേശ്വരൻ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് ആധാരമായി വർത്തിക്കുന്ന ആ ശക്തി നേരിട്ട് വന്നിട്ട് എൻ്റെ പേര് രാമനാണ്, കൃഷ്ണനാണ്, ഇബ്രാഹിമാണ്, ജോസഫാണ്, വീരാൻകുട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് അതിനെ വർണ്ണിക്കാൻ വേണ്ടിയിട്ടും അറിയിക്കാൻ വേണ്ടിയിട്ടും പേര് പറയുക. അപ്പം നമ്മളൊരു മനുഷ്യനാണ്, നിങ്ങളും മനുഷ്യരാണ്. പക്ഷെ നമ്മൾ മനുഷ്യ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ വിളി കേൾക്കേണ്ടി വരും. അപ്പം എന്ത് ചെയ്യും? നമ്മൾ ഇതുപോലെ തന്നെ രമേ, രാമ, സീതേ, ഇല്ലേ, ജാനു എന്നൊക്കെ വിളിക്കുക, അല്ലെങ്കിൽ പാത്തുമ്മ എന്നൊക്കെ നമ്മൾ വിളിക്കുക. എന്താണ്? ഒരു പേരിട്ടാൽ മാത്രമേ ഉള്ളൂ ആ വ്യക്തിയെ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അടയാളപ്പെടുത്താൻ പറ്റുള്ളൂ. അതിനു വേണ്ടി അതുപോലെയാണ് നാമങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ തന്നെ പറഞ്ഞത്, ആത്യന്തികമായിട്ടുള്ളത് എന്തോ. ഉപനിഷത്തുകാരന്മാരും തന്നെ ദേവതാനാമം അല്ല പറഞ്ഞ്, അത് ഇത് എന്നൊക്കെയാ പറഞ്ഞത്. അതുകൊണ്ടല്ല തത്വമസി, അത് അത് ത്വം, ഞാൻ, അസി ആകുന്നു. അല്ലാണ്ട് ഞാൻ രാമനാകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഈ പറഞ്ഞ സ്റ്റീഫൻ ജോസഫ് ആകുന്നു, അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയാ പറഞ്ഞത്. ഇതിന് കാരണം എന്താ? അപ്പൊ അതുകൊണ്ട് എന്താണ് ഈ പരാപൂജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും ദേവതയും ദേവതയുടെ ഭാഗമായിരിക്കുന്ന ഞാനിന്ന് മാറി ഞാൻ തന്നെയാണ് ദേവത. അതായത് ശ്രീചക്രം എന്ന് പറയണത് ദേഹോ നവരന്ധ്ര രൂപ. ആ 9 ആവരണങ്ങളോട് കൂടിയിരിക്കുന്ന 9 ആവരണങ്ങളോട് കൂടി 9 യന്ത്രങ്ങളോട് കൂടിയിരിക്കുന്ന ആ ശ്രീചക്രമാകുന്ന ആ ശരീരം, പരാശക്തിയുടെ ശരീരം, അത് ഞാൻ തന്നെയാകുന്നു. ഹേ ജഗദംബികേ, നീയും ഞാനും വേറെയല്ല, നമ്മൾ ഒന്നാണ്. അല്ലെങ്കിൽ ഞാനാണിത്, ഈ പ്രപഞ്ചം ഞാനാണ്, സർവം ഖലിതം ബ്രഹ്മഹം ബ്രഹ്മാസ്മി. അപ്പോ അല്ലെങ്കിൽ അഹം ശക്തി അസ്മി, ഞാൻ ശക്തിയാകുന്നു. ഈ ബോധ്യത്തിലേക്ക് നമ്മൾ നയിക്കും. കാരണം സനാതനമായിരിക്കുന്ന ഈ ധർമ്മം നമ്മളോട് ഓരോ അറിവിനെ കുറിച്ചും പറഞ്ഞത് അവിടെ ശ്രവണം, ഏതൊരറിവും നമ്മൾ കേട്ടിട്ടാ പഠിക്കുന്നത്, ഇല്ലേ? അതാണ് ശ്രുതി, ശ്രവണം. കാരണം കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത ഇത്തരം വിഷയങ്ങളല്ല നമ്മൾ പറയുന്നത്. അതിനെ മനസ്സിലാക്കുക. ശ്രവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാത്തവൻ എന്താ, എങ്ങനെ കേൾക്കാന്ന് ചോദ്യം വരേണ്ട ആവശ്യമില്ല. അയാൾ കണ്ടിട്ടാണെങ്കിലും മനസ്സിലാക്കും. അവിടെയും നമ്മൾ ഉൾക്കൊള്ളുന്ന ശ്രവണം എന്നേ വെച്ചിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ അതിന്റെ മാറ്റം, അല്ലാണ്ട് വേറെ മാറ്റമൊന്നുമില്ല. അപ്പൊ ശ്രവണം, ശ്രവിച്ചു കഴിഞ്ഞാൽ, കേട്ട് കഴിഞ്ഞാൽ എന്ത് വേണം? കാള പറ്റുമെന്ന് കേട്ട് കഴിഞ്ഞാൽ കയറെടുക്കരുത് എന്ന് പറയില്ലേ? അപ്പൊ അത് പറഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് ഓടുക എന്നുള്ളതല്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലേ ആചാര്യന്മാര്. മനനം, കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് വിചാരം ചെയ്യണം. നമ്മളൊക്കെ എന്ത് പറയാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഭഗവത്ഗീതാകാരനും ബുദ്ധനൊക്കെ പറഞ്ഞ പോലെ, നമ്മൾ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട. നമ്മൾ അടുത്ത് വരുന്നോട് നമ്മൾ പറഞ്ഞ കാര്യമാണ്, നമ്മൾ പറഞ്ഞു വെച്ചിട്ടൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട, നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടല്ലോ, എന്ന് വിചാരം ചെയ്തോളൂ പറയും. ഇത് തന്നെയാണ് അപ്പൊ ശ്രവണം, മനനം. നമ്മൾ വിചാരം ചെയ്യണം. ഒന്ന് ഇല്ലേ, നമ്മൾ സ്കൂളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളൊന്ന് എന്താണെന്നുള്ളത് നമ്മൾ കിട്ടിയില്ലേ, ഇത് പറഞ്ഞ പോലെ. അടുത്താണ് നിധിധ്യാസം. നിധിധ്യാസം എന്ന് പറഞ്ഞാൽ കേട്ടത് നമ്മളൊന്ന് വിചാരം ചെയ്തു, ഇനി അത് ഉള്ളതാണോ എന്ന് ബോധ്യപ്പെടണം, ഇല്ലേ? ഉള്ളതാണോ ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? അതിന് പ്രാക്ടിക്കൽ ചെയ്തിട്ടുള്ള അനുഭവം വേണം. പ്രാക്ടിക്കലി അനുഭവം വേണം. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു ചായ കുടിച്ചിട്ട് മധുരണ്ട്, നമ്മൾ ആ ക്ലാസ്സിൽ കുടിക്കുന്നത്, ഇവിടുത്തെ ക്ലാസ്സിൽ തന്നെയാണ് തോന്നുന്നു. ശരി, നേരത്തെ ഇത് ചായ കുടിച്ച് മധുരണ്ടേന്ന് പറഞ്ഞ നേരത്ത് അത് മധുരം ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെയാണ് ആ ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മധുരണ്ട്, നല്ല ചായയാണ്, നല്ല കാപ്പിയാണ്, നല്ല പായസല്ലേ, ഇങ്ങനെ പറയാൻ പറ്റും. ഇത് തന്നെയാണ്, അതാണ് നിധിധ്യാസം, ബോധ്യം. ഇവിടെ നമ്മൾ അഹം ബ്രഹ്മാസ്മി, തത്വമസിയൊക്കെ നമുക്ക് പറയാം. ബോധ്യം ഉണ്ടോ? ബോധ്യം വന്നിട്ടുണ്ടാവില്ല. അപ്പൊ എന്താണ്? ബോധ്യമില്ലാണ്ട് നമ്മൾ സംസാരിക്കും. ദൈവത്തെക്കുറിച്ച് ബോധ്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും നമ്മളിങ്ങനെ വാതോരാതെ സംസാരിക്കും. അപ്പൊ ഉണ്ടാകുന്ന എന്താ? നമുക്ക് പലപ്പോഴും പാപികളെ കാണും, മറ്റുള്ള മോശങ്ങൾ കാണും, തെറ്റുകൾ കാണും. ഇപ്പൊ നിങ്ങൾ വിദ്യാർന്ന ദേവനും അസുരനും പരാശക്തിയാവുന്നു എന്ന് പറയുന്നുണ്ട്, ഇല്ലേ? ലളിതാസം നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ എല്ലാം വേറെ വേറെ അല്ല. അപ്പോൾ അതില് ഇപ്പൊ തന്നെ നമ്മളെ സമൂഹത്തിൽ നടക്കുന്നൊരു പ്രശ്നമാണ് ജാതി ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ കാണും. അത് ഇപ്പൊ നമ്മൾ ദേവി മഹാത്മ്യം നമ്മൾ യതിഷയിലെ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. അതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യണം. പരാശക്തിയുടെ നാമങ്ങൾ കേൾക്കുക എന്നുള്ള കാര്യം ഒന്ന്. മറ്റൊന്നാണ് വിചാരം ചെയ്യുമ്പോൾ നമുക്കൊരു ഒരുപാട് ബോധ്യം ഉണ്ടാവും. അപ്പൊ അവിടെ യാ ദേവി സർവഭൂതേഷു ജാതി രൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ എന്ന് പറയും. എന്താ അതിന്റെ അർത്ഥം?
ഈ കാണാൻ ജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ജാതി ഒന്നും അല്ല. എന്നാൽ പോലും മനുഷ്യൻ, മൃഗം, പക്ഷി, സസ്യലതാതി ഇതൊക്കെ ഉണ്ട്. ഇനി എല്ലാ മനുഷ്യന്മാരുടെ ഇടയ്ക്ക് വന്നാലും അതും എന്താണ്? ഞാൻ തന്നെയാണ്, ദേവി തന്നെയാണ്, ദേവി സ്വരൂപമാണ്, ദേവിയുടെ ഭാവങ്ങളാണ്. പിന്നെന്താ പ്രശ്നമുള്ളത്? ഒരു പ്രശ്നവുമില്ല. അപ്പൊ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെ സനാതനമായിരിക്കുന്ന ഈ ധർമ്മവ്യവസ്ഥയുടെ വ്യാപ്തി മനസ്സിലാകും. ആരും അശ്രേഷ്ഠരില്ല, എല്ലാം ശ്രേഷ്ഠൻ. എന്താണ്? എല്ലാം പരമേശ്വരനും പരാശക്തിയാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ബോധ്യത്തിന് വേണ്ടിയിട്ട്, അപ്പൊ അവിടെയാണ് നിധിധ്യാസം. നിധിധ്യാസം ഇല്ലെങ്കിൽ വായ കൊണ്ട് വാചാളരാകും, പക്ഷെ മറിച്ച് നമുക്ക് അനുഭവം ഉണ്ടാവില്ല. നമുക്ക് പല വേദികളിൽ ഇപ്പോൾ നമ്മൾ അനുഭവമാണ്. നമുക്ക് ചിലപ്പോൾ തോന്നുന്നില്ലേ, ഗുരുക്കന്മാരെ മറ്റുള്ളതൊക്കെ തോന്നുന്ന ആൾക്കാരൊക്കെ പലപ്പോഴും പലതും പറഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയണേ? കാരണം അവർ അക്കാഡമിക് ആയിട്ടുള്ള കാര്യം കേട്ടിട്ടുണ്ടായിരിക്കാം, അനുഭവത്തിൽ കൊണ്ടുള്ള നിധിധ്യാസം ഇല്ല. കാരണം നേരിട്ടിട്ട് അങ്ങോട്ട് കിടക്കും. വേദാന്തം പഠിച്ചു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് ചാടും. വേദാന്തം കൊണ്ട് ബ്രഹ്മത്തെക്കുറിച്ച് പറയും, പക്ഷെ ബ്രഹ്മം എന്താണെന്ന് ബോധ്യം ഉണ്ടാവില്ല. ബ്രഹ്മം എന്താന്ന് ഇപ്പോൾ സാധാരണ നമ്മുടെ ഗുരുക്കന്മാർ, തന്ത്രത്തിന്റെ ഗുരുക്കന്മാരെന്നെ പറയും, വേദാന്തത്തിൽ പറയുന്ന സർവേശ്വരൻ ബ്രഹ്മം, ആ ബ്രഹ്മം നിർഗുണമാണെന്നാണ് വേദാന്തം പറയുന്നത്. ആ നിർഗുണമായിരിക്കുന്ന ബ്രഹ്മം എങ്ങനെ സഗുണത്തിലേക്ക് വന്നു, എങ്ങനെ പ്രപഞ്ചം ഈ ഒരു ലെവലിലേക്ക് മാറി, ഇനി തന്നെ ഈ പ്രപഞ്ചത്തിന് ഇനിയും മാറ്റമുണ്ടോ എന്നൊന്നും വേദാന്തം അല്ലെങ്കിൽ ഉപനിഷത്തുകളൊന്നും കാര്യമായിട്ട് കൂടുതൽ സംസാരിച്ചു പോകുന്നില്ല. പ്രത്യേകിച്ച് വേദപരമായിട്ടുള്ള ഉപനിഷത്തുക്കൾ എന്ന് ഗുരുക്കന്മാരാൽ പറയപ്പെട്ടിരിക്കുന്നു, നമ്മൾ പറയല്ല. എന്നാൽ തന്ത്രശാസ്ത്രം ഇതിനെല്ലാം വളരെ വ്യക്തമായി ഉത്തരം നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ആ നിർഗുണഭാവത്തെയാണ് ശിവം എന്ന് പറയുന്നത്. എന്നാൽ ശിവനായിക്കൊണ്ട് എപ്രകാരമാണ് അത് ചലിക്കാൻ തുടങ്ങിയത്, എങ്ങനെയാണ് സഗുണത്തിലേക്ക് വരുന്നത്, എങ്ങനെയാണത് പ്രവർത്തിച്ചിട്ട് ഇന്ന് കാണുന്ന പ്രപഞ്ചത്തിലേക്ക് വന്നിരിക്കുന്നേ, നാളെ എങ്ങനെ അത് മാറും എന്നതിനെ കുറിച്ച് തന്ത്രം വളരെ വ്യക്തമായി പറഞ്ഞു. പ്രത്യേകിച്ച് ശ്രീവിദ്യ വളരെ വ്യക്തമായി പറഞ്ഞു. ആ വ്യക്തമായി പറഞ്ഞത് നിങ്ങൾക്കറിയാൻ, നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ശ്രീചക്രം ഉണ്ടായിരിക്കും, നിങ്ങൾ ഒന്നെടുത്ത് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ക്ലാസ് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും പ്രാണപ്രതിഷ്ഠ ചെയ്താൽ ശ്രീചക്രം കയ്യിൽ തരുമ്പോൾ അറിയാൻ പറ്റും. ബിന്ദുവിൽ നിന്ന് ഭൂപുരം വരെ 9 ആവരണങ്ങളോട് കൂടിയിട്ട് 43 കോണുകളോടുകൂടില്ല. അത് സൗന്ദര്യലഹരി 44 പറയുക, എന്നാലും ശരി 44 കോണുകളോട് കൂടിയിട്ട് ഇരിക്കുന്ന ശ്രീചക്രം നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ആത്യന്തികമായിരുന്നത് എപ്രകാരമാണ് ഇങ്ങനെയായി മാറിയിരിക്കുന്നേ, ഇനി ഇതെന്താകും എന്നുള്ളത് വളരെ വ്യക്തം. അപ്പൊ അതെന്താണ്? അപ്പൊ അത് ബോധ്യം, വേദാന്തം പറയുന്ന, ഉപനിഷത്ത് പറയുന്ന, വേദങ്ങൾ പറയുന്ന ഈശ്വരനെ ബോധ്യപ്പെടാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാർഗം ശ്രീചക്ര സാധനയാണ്. ആ സാധനയിലൂടെ അതിന്റെ പൂജാ പദ്ധതി 3 ഭാവങ്ങളുണ്ട്. ആ ഭാവത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അറിയാൻ പറ്റും, ആ ബോധ്യത്തിലേക്ക് വരാൻ പറ്റും. ആ ബോധ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു, ത്രൈലോക്യമോഹന ചക്രത്തിലുള്ള 28 ദേവതകളെ കുറിച്ച് പറയേണ്ടായി, സിദ്ധി ദേവതകളെ കുറിച്ച്, അഷ്ടമാതൃക്കളെ കുറിച്ച്, മുദ്രാദേവിമാരെ കുറിച്ചൊക്കെ പറയേണ്ടായി. ആ ദേവിമാരെ അനുഗ്രഹമൊക്കെ ഉണ്ടായാൽ തന്നെ ഭൗതികമായ അഭിവൃദ്ധി, ഐശ്വര്യം ഒക്കെ നമുക്ക് വന്നു ചേരും. അതുപോലെ തന്നെ സർവ്വരോഗഹര ചക്രത്തിൽ പൂജിച്ചു കഴിഞ്ഞാൽ രോഗങ്ങൾ ഇല്ലാണ്ടാവും. അതുപോലെ രക്ഷാകര ചക്രത്തിൽ പൂജിച്ചു കഴിഞ്ഞാൽ രക്ഷയെ പ്രാപിക്കും എന്നൊക്കെ നമ്മൾ പറയേണ്ടായി, ഇല്ലേ? അപ്പൊ എന്തെല്ലാമാണോ വേണ്ട ആത്യന്തികമായി ബിന്ദുസ്ഥാനത്ത് ചിദാനന്ദ രൂപം, ആ പരമായിരിക്കുന്ന സത്യത്തിന്റെ ആനന്ദഭാവം. അപ്പൊ നമുക്ക് ആനന്ദമുണ്ട്. അപ്പം ഭൗതികത ഉണ്ടാവും, ആത്മീയതയുടെ പരിപൂർണതയും ഉണ്ടാകും. അപ്പൊ ആ 3 ഭാവത്തിലാണ് ശ്രീചക്ര പൂജ പോകുന്നത്. എന്നപ്പോൾ ശ്രീചക്ര പൂജയ്ക്ക് 3 ഭാവമുണ്ട് എന്ന് പറഞ്ഞു. അതെന്തായിരുന്നു? പരാപൂജനം, പരാപരപൂജനം, അപരാപൂജനം. ഇങ്ങനെയാണ് പറഞ്ഞത്. അപരയിൽ നിന്ന് പരയിലേക്കുള്ള സഞ്ചാരം. ഇനി ഇതുപോലെ തന്നെയാണ് ശ്രീചക്ര പൂജയിൽ നമ്മൾ അതിൻ്റെ ആ പൂജാ വിന്യാസത്തിൽ മറ്റൊരു കാര്യമുള്ളത് സങ്കേതമാണ്. സങ്കേതം എന്ന് പറഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ നമ്മൾ സാധാരണ മന്ത്രങ്ങൾ ഉണ്ടെന്ന് പറയാൻ പറ്റും, യന്ത്രങ്ങളുണ്ടെന്നൊക്കെ പറയട്ടില്ലേ, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ സാധാരണ പറയുക മന്ത്രസങ്കേതം, യന്ത്രസങ്കേതം, പൂജാസങ്കേതം. ഇങ്ങനെ 3 സങ്കേതങ്ങൾ ഉണ്ട് എന്നാ പറയുക ശ്രീചക്ര പൂജയിൽ. അപ്പോൾ ഈ മന്ത്രസങ്കേതം എന്ന് പറഞ്ഞാൽ സാധാരണ ശ്രീചക്രം പൂജിക്കാൻ ലളിതാ പരമേശ്വരിയുടെ മന്ത്രം കൊണ്ടാണ് ശ്രീചക്രം പൂജിക്കേണ്ടത്. ഏത് ദേവതയെയും ശ്രീചക്രത്തിൽ പൂജിക്കാം എന്ന് പറയാറുണ്ട്, ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ലളിതാ പരമേശ്വരിയുടെ സ്വരൂപമാണ് ശ്രീചക്രം എന്നിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ലളിതാ പരമേശ്വരനെയാണ് കാളി നീലിയൊക്കെ ആയിട്ട് നിൽക്കണം എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ എന്നാലും സാക്ഷാൽ ലളിതാ പരമേശ്വര ത്രിപുരസുന്ദരിയുടെ ഭൂരൂപമാണ് ഈ ശ്രീചക്രം. അപ്പൊ ആ ശ്രീചക്രത്തിൽ പൂജിക്കാനുള്ള മന്ത്രമായി പറഞ്ഞു വെച്ചിരിക്കുന്നത് ദേവിയുടെ മന്ത്രം, അമ്മയുടെ ഈ ലളിതാ പരമേശ്വരിയുടെ മന്ത്രമാണ്. അതെന്താണ്? അത് പഞ്ചദശി മന്ത്രമാണ്. അപ്പൊ പഞ്ചദശി മന്ത്രം കൊണ്ടാണ് ശ്രീചക്രം പൂജിക്കണം. ആ മന്ത്രസങ്കേതത്തിൽ 3 കൂടങ്ങളോട് കൂടിയിട്ടുള്ള ഒരു മന്ത്രമാണ്. 3 കൂടങ്ങളോട് കൂടി 15 അക്ഷരമുള്ള മന്ത്രമാണ്. ഇപ്പം നമ്മൾ ഇത്തരം സമ്പ്രദായത്തിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ചില ആളുകൾ ചോദിക്കും, ഇതിപ്പോൾ ഇങ്ങനെ ഓൺലൈനായിട്ടൊക്കെ പഠിക്കാൻ പറ്റുമോ, ഇതൊരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ടത് ചോദിച്ചാൽ
നിങ്ങൾ പഠിക്കുന്നവർ പറയുക ഞങ്ങൾ ഞങ്ങളുടെ ഗുരുവിന്റെ മുഖത്ത് നിന്ന് തന്നെയാണ് പഠിക്കണത് കേട്ടോ. മുഖം, നമ്മുടെ മുഖം നിങ്ങൾ കാണണ്ടേ, നമ്മളിൽ നിന്ന് പഠിക്കുന്ന വെച്ചാൽ നമ്മുടെ മുഖം കാണുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ അവിനാഷ് ജി ആയിരിക്കും ക്ലാസ് എടുക്കുക. അപ്പോഴും എന്താണ്, അയാൾ നമ്മളുടെ ശിഷ്യനാണ്. സ്വാഭാവികമായിട്ടും ഗുരു ശിഷ്യ ഭേദമില്ല. ഗുരു നിർദ്ദേശിക്കുമ്പോൾ നമ്മളൊക്കെ ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠയ്ക്കൊക്കെ പോകുമ്പോഴേ എല്ലായിടത്തേക്കും നമുക്ക് പോകാൻ പറ്റില്ല. ഒരേ സമയത്ത് ഒരു ദിവസം ഒരേ ടൈമിൽ പ്രതിഷ്ഠ അല്ലെങ്കിൽ പ്രതിഷ്ഠാദിനം ഉണ്ടാവും. പ്രതിഷ്ഠയ്ക്ക് നമ്മൾ പോലും പ്രതിഷ്ഠാദിനം ഉണ്ടാവും. അപ്പൊ അവിടേക്ക് പോകുമ്പോൾ കഴിഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ നമുക്ക് പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാം? അപ്പൊ നേരെ പറയാ ശിഷ്യരെ വിളിച്ചിട്ട്. ശിഷ്യർ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയാണ്. ചിലപ്പോൾ മക്കളായിരിക്കും, ശിഷ്യരായിരിക്കും. പക്ഷെ മക്കളായതുകൊണ്ട് തന്ത്രം ചെയ്യാൻ പറ്റില്ല. മക്കളാണെങ്കിലും നമ്മളിൽ നിന്ന് ദീക്ഷ നേടി ആ ഉപദേശപ്രകാരം പോകണം. എന്താ വെച്ചാൽ അവിടെയാണ് പിതാത്വ ആചാര്യഷ്യതയെ, ആചാര്യന് പിതൃസ്ഥാനം ഉണ്ട്. അല്ല അച്ഛനാവുന്നത് കൊണ്ടല്ല, അച്ഛന്റെ മകനായതുകൊണ്ട് തന്ത്രം ചെയ്യാൻ പറ്റില്ല. അച്ഛന്റെ ശിഷ്യനായാലേ പറ്റുള്ളൂ. അത് വാസ്തുവിദ്യക്ക് പോലും അങ്ങനെയാ പറയാ. സൂത്രഗ്രാഹി, സ്ഥപതിയുടെ വാസ്തുവിദ്യന്റെ ഗുരുവായിട്ട് സ്ഥപതിയാ പറയാം. അപ്പൊ അയാളെ ശിഷ്യനോട് സൂത്രഗ്രാഹി, അത് മകനോ ശിഷ്യനോ ആണെന്ന്. അപ്പൊ ആത്യന്തികമായിട്ട് അറിവിനാണ് പ്രാധാന്യം. അപ്പൊ ഈ പറഞ്ഞ പോലെ പ്രതിഷ്ഠാദിനവും പ്രതിഷ്ഠ ആചരിക്കാനോ നമുക്ക് നേരിട്ട് പറ്റില്ലെങ്കിൽ നമ്മുടെ ശിഷ്യൻ പോകുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ശിഷ്യൻ പോയി എന്നല്ല, നമ്മുടെ അച്ഛൻ തന്നെയാണ്, നമ്മുടെ അമ്മ തന്നെയാണ് നമ്മളിൽ. ഇത് പറഞ്ഞ പോലെ അറിവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ഗുരു ആരാണോ ആ ഗുരു തന്നെയാണ്. പക്ഷെ ഗുരുവിന് ആധാരം ജ്ഞാനമാണ്. ആ ജ്ഞാനം ശിഷ്യയിലേക്ക് പകരുമ്പോൾ നേരെ എന്താണ്? നേരെ ഗുരു അപ്പുറത്തെ ഒരേ സെയിം ആണ്. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഉപദേശം പരിപൂർണ ഉപദേശം, തത്വമസി ഉപദേശമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്? ശിഷ്യനോ ശിഷ്യ എന്ന് പറഞ്ഞാൽ വേറെയല്ല, ആ വ്യക്തി തന്നെയാണ്. അപ്പൊ അവിനാഷ് ജി ഈ ക്ലാസ് എടുക്കുമ്പോൾ നമ്മള് അല്ല, അല്ലെങ്കിൽ അവിനാഷ് ജി ദിവസം ക്ലാസ് എടുക്കേണ്ടി വന്നാൽ അയ്യോ ഇത് ഇയാളല്ലോ ക്ലാസ് എടുക്കുന്നേ, ഞങ്ങൾ ഇങ്ങനെയല്ലല്ലോ കേട്ടെ, അങ്ങനെയൊന്നും ആരും പരിഭവം പറയരുത്. എന്താണ്? അത് വിധിയാണ്, അത് അങ്ങനെയാണ്. അതിന്റെ നിഷ്ഠ വേറെയായിട്ട് കാണുന്നത്, ബാഹ്യമായിട്ട് കാണും. നമ്മൾ പറഞ്ഞ പോലെയാണ് ആ അപരാർച്ചനം എന്നുണ്ട്, അപരാപൂജ നമ്മൾ പറഞ്ഞില്ല. ഇത് പറഞ്ഞ പോലെ വേറെ നിങ്ങൾക്ക് തോന്നുകയാണ്, എന്നാൽ വേറെയല്ല. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഓരോ ഘട്ടങ്ങൾ, ഇപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ ദീക്ഷ ഉപദേശം താല്പര്യമുള്ളവർക്ക് ഉപദേശം കൊടുക്കും. അപ്പോൾ ഡയറക്റ്റ് ഉപദേശം വാങ്ങാൻ വരുന്ന ഡയറക്റ്റ് ഉപദേശം ഉണ്ടാവും. അപ്പോൾ എന്താണ്? ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് മന്ത്രോപദേശമാണ് ഗുരുമുഖത്ത് നേരിട്ട് വേണ്ടത്. മറ്റൊക്കെ ഇത്തരം സൗകര്യങ്ങളെ മാനിക്കണം. ഈ സൗകര്യങ്ങൾ, ഈ പറയുന്ന ഇന്നത്തെ സാങ്കേതിക ഈ ഒരു വളർച്ച, ഈ സാങ്കേതിക വിദ്യയുടെ ഈ വളർച്ച, നമ്മൾ ദേവിയാണ് ഉപാസിക്കുന്നത്. ഈ വളർച്ച സാക്ഷാൽ പരാശക്തിയാണ്. അതാ പറഞ്ഞത്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി സ്റ്റക്കല്ല. നമ്മളെ സംബന്ധിച്ച് പ്രകൃതി സ്റ്റക്കല്ല. അതായത് പരാശക്തി സ്റ്റക്കായി നിൽക്കുകയല്ല, പരാശക്തി എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു. പരാശക്തി തൻ്റെ സ്പന്ദനത്തിൽ നിന്ന് തൻ്റെ ചലനം കൊണ്ട് ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ചക്രം സംജാതമാകുന്നു എന്നാണ് യോഗിനി തന്ത്രം അല്ലെങ്കിൽ വാമകേശ്വര തന്ത്രം ഒക്കെ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പരാശക്തിയുടെ ഈ ചലനമാണ് ശ്രീചക്രം. അപ്പോൾ ഈ മാറ്റം നിങ്ങളുടെ മുന്നിൽ നമ്മൾ ഈ മാധ്യമത്തിലൂടെ സംസാരിക്കുമ്പോൾ ഈ മാറ്റം എന്ന് പറയുന്നത് കേവലം ഏതെങ്കിലും ഒരു വിദേശി കണ്ടുപിടിച്ചിട്ട് ടെക്നോളജി ഉപയോഗിച്ച് ഈ ശാസ്ത്രങ്ങളെയൊക്കെ നിഷേധിക്കുന്നു, ഇതൊക്കെ വേറെ രീതിയിൽ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഈ ഉപാധി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ പരാശക്തിയെ മനസ്സിലാക്കുന്നു, നമ്മൾ പ്രകൃതിക്കനുസരിച്ച് പ്രകൃതിദത്തമായി പോകുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം, ഞങ്ങൾ ഗുരുവിന്റെ മുഖത്ത് നിന്ന് തന്നെയാണ്. ഇനി അധികാരം എന്ന് പറയുന്നത് ഉപദേശമാണെങ്കിൽ ഞങ്ങൾ നേരിട്ട് പോയിട്ട് ഉപദേശം വാങ്ങും. കാരണം സ്പർശനവും ദർശനമൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ അതിൻ്റെ സമയത്ത് അതിൻ്റെ വഴിക്ക് നടക്കും. അപ്പൊ നമ്മൾ ഈ മന്ത്രസംഖ്യത്തെ കുറിച്ച് പറയുമ്പോൾ പഞ്ചദശി മന്ത്രമാണെന്ന് പറഞ്ഞു. പഞ്ചദശി മന്ത്രത്തിന്റെ പ്രത്യേകത എന്താ? പഞ്ചദശി മന്ത്രത്തിന്റെ പ്രത്യേകത അത് നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞു. വേദം എന്ന് പറയുമ്പോൾ 4 വേദങ്ങൾ, യജു സാമ അഥർവം എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് വർണ്ണവ്യവസ്ഥയുണ്ട്, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര, അതൊക്കെ ഒന്നും കൂടുതൽ കിടക്കുന്നില്ല നമ്മൾ. എന്നിരുന്നാൽ പോലും 4 വേദങ്ങൾ നമുക്ക് പഠിക്കണമെങ്കിൽ എന്ത് വേണം? വേദാധികാരം സിദ്ധിക്കണം. വേദാധികാരം ആർക്കാണ് ഉള്ളത്? അത് യജുർവേദം മണി ജയമാം വാചം കല്യാണി മാവതാനി ജനേഭ്യ. യജുർവേദം അങ്ങനെയാണ്. സ്വാമി വിവേകാനന്ദൻ പലർക്കും വേദാധികാരമില്ല എന്ന് പലരും പറഞ്ഞപ്പോൾ സ്വാമി വിവേകാനന്ദൻ പോലും എടുത്ത് ഉദ്ധരിച്ചത് ഈ പ്രമാണത്തെയാണ്, യജുർവേദം എന്നുള്ള ഈ പ്രമാണത്തെ. യഥേമാം വാചം കല്യാണി അവതാനി ജനേഭ്യ. ജനങ്ങളെ, ഈ മംഗളകരമായിരിക്കുന്ന ഈ വാക്കുകളെ, എന്നിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ വചനങ്ങളെ, ഈ വാണിയെ നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന, മനുഷ്യർക്ക് കൊടുക്കുന്ന. ഈ ഖുറാനോ ബൈബിളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനുഷ്യർക്ക് എന്നാ പറയാം, അല്ലാണ്ട് ഇന്ന വിഭാഗക്കാർക്ക് എന്നൊന്നുമല്ല. അപ്പോൾ വേദങ്ങൾ ആര് പഠിക്കണം? എല്ലാവർക്കും പഠിക്കാം. എന്നിട്ട് ബ്രഹ്മരാജന് ശൂദ്രാഴ്ച ശൂദ്രനും ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഒക്കെ പഠിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനി അത് പഠിച്ചാൽ, ആ പഠിക്കണമെങ്കിൽ അധികാരം എവിടെയാണ്? അവിടെയാണ് ഗർഭാധാനം. അച്ഛനും അമ്മയും നമ്മളെ അച്ഛനിൽ നിന്നും ബീജം അമ്മയുടെ വയറ്റിലേക്ക് എത്തി, എന്നിട്ട് നമ്മൾ പുറത്തേക്ക് വരുന്നു. അതിനുശേഷം ചില പ്രക്രിയകളൊക്കെ ഉണ്ട്. ഗർഭാധാനം, പുംസമനം, സീമന്തോനയനം, ജാതകർമ്മം, അന്നപ്രാശം എന്നൊക്കെ കഴിഞ്ഞിട്ട്
നമ്മൾ ഉപനയനം എന്നൊരു വൈദിക സംസ്കാരമുണ്ട്. ഉപനയനം എന്ന് പറഞ്ഞാൽ ചില സമ്പ്രദായത്തിൽ പൂണോദ്ധാരണമാണ് ഉപനയനം. വൈദിക സമ്പ്രദായത്തിൽ പൂണോദ്ധാരണം തന്നെയാണ്. നൂലുകൊണ്ട് കണ്ടിട്ടുണ്ടായിരിക്കുന്നതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് പ്രണവം ഉപദേശിച്ചിട്ട് ഗായത്രി മന്ത്രം ഉപദേശിക്കും. ഭുവസ്വഹ എന്ന വ്യാകൃതിയോട് കൂടിയിട്ട് തത്സവിതൂർ വരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് എന്ന് വിശ്വാമിത്രൻ, ഘാതിയുടെ പുത്രനായിരിക്കുന്ന ഘാതി വിശ്വാമിത്ര ഋഷി, അങ്ങനെ വിശ്വാമിത്രൻ ദർശനം ലഭിച്ച ആ മന്ത്രത്തെ ഉപദേശിക്കും. ആ മന്ത്രത്തെ ഉപദേശിച്ച് അതിൽ സാധന നടത്തും. ആ സാധന നടത്തുമ്പോൾ അതിൽ തത്സവിതൂർ വരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് എന്ന് പറയുമ്പോൾ അവസാനത്തെ വരിയുടെ ഒരു സാമാന്യ അർത്ഥം എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണേ എന്നാണ്. അപ്പൊ ബുദ്ധിയെ പ്രകാശിപ്പിക്കണേ എന്നാണത്. ആ ബുദ്ധിയെ പ്രകാശിപ്പിക്കാൻ എന്താണ് ഉപാധി? ആ ഉപാധി ഈ വേദങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ അധികാരത്തോട് വേദങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. എന്താണ്? ഈ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. ആ വേദങ്ങൾ പഠിച്ചാൽ നമ്മൾ ആത്യന്തികമായി എത്തി നിൽക്കുന്നത് ഈ ഒരു ചോദ്യത്തിൽ വന്ന് നിൽക്കും. ഏതാണ് ചോദ്യം? ഇതൊക്കെ പഠിച്ചിട്ട് ഞാൻ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ബുദ്ധി പ്രകാശിക്കാൻ വേണ്ടി ഞാൻ അതിന്റെ അധികാരം, ബുദ്ധി പ്രകാശിക്കാനുള്ള അധികാരം ഈ താക്കോല് ഗായത്രി മന്ത്രം, അതിന്റെ അർത്ഥം ബുദ്ധി പ്രകാശിക്കണേ എന്നാണ്. ആ ബുദ്ധി പ്രകാശിക്കണേ എന്ന് പറയുമ്പോൾ ഞാൻ അതിന്റെ ഭാഗമായിട്ട് വേദങ്ങളൊക്കെ അഭ്യാസം ചെയ്യുന്നു, അല്ലെങ്കിൽ അധ്യയനം ചെയ്യുന്നു, പഠിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ. എന്നിട്ട് എന്താണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടേണ്ടത്? എന്താണ് കിട്ടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആ വേദങ്ങൾ നമുക്കൊരു മറുപടി നൽകും. ആ മറുപടിയാണ് പരയായിരിക്കുന്ന രജസ്സിനെ ഉപാസിക്കുക. അതായത് പരാശക്തി, സാക്ഷാൽ പരാശക്തിയെ ഉപാസിക്കുക. പരാശക്തി ഉപാസിക്കണം എന്ത് വേണം? ആ ഉപാസിക്കാനുള്ള മാർഗം വേണ്ടേ? അവിടെയാണ് ഈ ദ്വിജത്വമാണ് ഈ വേദത്തിന്റെ ഭാഗമായിട്ട് ഉപനയനം, അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന് ഈ ഗായത്രി മന്ത്രം, അല്ലെങ്കിൽ അതായത് സമ്പ്രദായം ഇട്ടു. അപ്പൊ ഇത് മാത്രമല്ല, ഗായത്രി സമ്പ്രദായം മാത്രമാണെന്ന് കരുതരുതേ. നമ്മൾ കുലദേവതാ ഉപാസന, കുലദൈവം, നിങ്ങൾക്കൊക്കെ കുലദൈവങ്ങൾ ഉണ്ടായിരിക്കാം. ആ കുലദൈവ സാധന ചിലപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പൂർണ്ണോദ്ധാരണം ആയിരിക്കില്ല. പല രീതിയിലെ മന്ത്രം ജപിച്ചിട്ടോ ഓർത്തിട്ടോ ഒക്കെ ആയിരിക്കാം. അങ്ങനെ കുലദൈവ ഉപാസന കിട്ടിയാൽ പോലും അതിൻ്റെ ലക്ഷ്യം എന്താണ്? ആത്യന്തികമായി സത്യത്തിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. ഒക്കെ മൂലാധാരസ്ഥിതമാണ്. ഈ ഗായത്രി മന്ത്രമായാലും മറ്റുള്ളൊക്കെ മൂലാധാരസ്ഥിതമാണ്, ബേസ് ആണ്, LKG ആണ്. അപ്പൊ അതിലൂടെ പോകുമ്പോൾ അവസാനമായിട്ട് രജസ്സിനെ, പരയായിരിക്കുന്ന രജസ്സിനെ, സാധാരണ രജസല്ല, പരയായിരിക്കുന്ന, എന്താ? ആത്യന്തികമായി ഉള്ളത് എന്തോ. നേരത്തെ പറഞ്ഞ പോലെ കസ്മിന് ഭഗം വിജ്ഞാതേ സർവ്വതും വിജ്ഞാനം ഭവതി എന്നൊരു കാര്യം പറഞ്ഞില്ലേ നമ്മൾ. അവിടെ എന്തെന്ന് അറിഞ്ഞാലോ ചോദിക്കുമ്പോൾ ഗുരു പറയുന്നുണ്ട് രണ്ട് വിദ്യ, അവിദ്യ. അതായത് പരാവിദ്യ അപരാവിദ്യ പറയുന്നുണ്ട്. അപ്പൊ അവിദ്യ എന്ന് പറഞ്ഞാൽ അപരാവിദ്യയാണ്. അപര എന്ന് പറഞ്ഞാൽ മോശമല്ല, നേരത്തെ പറഞ്ഞ അറിവുകളാണ്. പരാവിദ്യ അറിയപ്പെടേണ്ടതാണ്. അപ്പൊ അറിയപ്പെടേണ്ടതിനെ ഉപാസിക്കാനാണ് ആ രജസ്. അതാണ് രജസ്സായിട്ട് ഇവിടെ പറഞ്ഞത്. പരയായിരിക്കുന്ന രജസ്സിനെ ഉപാസിക്കണം. അതിനെന്താ മാർഗം? ആ പരയായിരിക്കുന്ന രജസ്സിന്റെ മന്ത്രസ്വരൂപമാണ് ത്രികൂടങ്ങളോട് കൂടിയിരിക്കുന്ന സാക്ഷാൽ പഞ്ചദശി മന്ത്രം, ശ്രീവിദ്യാ മന്ത്രം. ആ മന്ത്രത്തോട് കൂടിയിട്ടാണ് ഈ പറയുന്ന പരാശക്തിയെ പൂജിക്കണം. അതാണ് മന്ത്ര സങ്കേതം. ആ 3 കൂടങ്ങൾ, വിദ്യാകൂടം, കാമരാജകൂടം, ശക്തികൂടം എന്ന് പറയും. ഇങ്ങനെ 3. ഇതാണ് അതിൻ്റെ ഒരു സ്വരൂപം. അതിന് നമ്മൾ പറഞ്ഞു, ഹയഗ്രീവ വിദ്യ ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെന്താ പറയുക, മന്മഥവിദ്യ, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ പറയണ്ടായി ഇല്ലേ? സമ്പ്രദായങ്ങളെ കുറിച്ച് പറയേണ്ടായിട്ടുണ്ട് നമ്മൾ. ആദിവിദ്യ, കാദിവിദ്യ, സാദിവിദ്യ, ഇതൊക്കെ കഴിഞ്ഞ തവണ സാമാന്യം പറഞ്ഞു പോയിട്ടുണ്ട്. അതിക്ക് ഇനി പോകുന്നില്ല. അപ്പൊ ഇനി എന്താണ് ഇതിപ്പോ മന്ത്രസങ്കേതം, മന്ത്രത്തിന്റെ സ്വരൂപം പറഞ്ഞു. ഈ മന്ത്രം വെച്ചിട്ട് എന്താണ് പിന്നെ പൂജിക്കണാണ്? ചക്രസങ്കേതം. ചക്രസങ്കേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്ദു മുതൽ ഭൂപുരം വരെ നിൽക്കുന്ന 9 ത്രികോണങ്ങളുടെ ആവിഷ്കാരം. എന്നാൽ 40 ബിന്ദു അടക്കം 44 ത്രികോണങ്ങളോട് കൂടിയിരിക്കുന്ന ഒരു സ്വരൂപം, ശരീരം എന്ന് പറയുന്ന നവരത്ന ദീപം കൂടിയാണ്. അങ്ങനെ ഇരിക്കുന്ന ശ്രീചക്രം. ഈ ശ്രീചക്രത്തിൽ സൃഷ്ടിക്രമം എന്ന് പറഞ്ഞാൽ ബിന്ദുവിൽ നിന്ന് ഭൂപുരം വരെ അങ്ങനെ പൂജിക്കുന്ന രീതിയുണ്ട്. നവാഭരണങ്ങൾ അങ്ങനെ പൂജിക്കുന്ന രീതിയുണ്ട്. അതുപോലെ തന്നെ ഭൂപുരത്തിൽ നിന്ന്, പുറത്തെ ആഭരണത്തിൽ നിന്ന് മുകളിലേക്ക് ബിന്ദു വരെ പൂജിക്കുന്ന രീതിയുണ്ട്. അത് സംഹാരക്രമം. ഇതിൻ്റെ ഇടയ്ക്ക് നിർത്തുന്ന പരിപാടിയുണ്ട്. സൃഷ്ടിക്രമം, അല്ല സ്ഥിതി പൂജ എന്ന് പറയും. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇങ്ങനെ ഭാവങ്ങളുടെ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും സാധാരണ പൂജിച്ച് വരാറ്. ഇപ്പൊ കൗളന്മാരൊക്കെ സംഹാരക്രമാണ്, യോഗ പദ്ധതിയാണ്, മഹായോഗ പദ്ധതിയായിട്ടാണ് പറയാ. ആംനായങ്ങൾ, ആംനായം എന്ന് പറഞ്ഞ രീതിയിൽ മുഖം എന്നുള്ളത്. അപ്പോൾ ഊർദ്ധാംനായം, അധോംനായം, അനുത്തരാംനായം എന്നൊക്കെ പറഞ്ഞാൽ ദക്ഷിണാംനായം എന്നൊരു രീതിയാണ്. അതൊക്കെ വലിയ വിഷയമാണ്, വായിൽ വന്നുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പറയിപ്പിച്ചതാണ്. പക്ഷെ അതിലേക്കൊന്നും അല്ലാണ്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താണ് ഈ പറയുന്ന പോലെ, അപ്പൊ ചക്രസങ്കേതത്തിൽ ഈ പൂജാക്രമ പദ്ധതി ഉണ്ട്. ചക്രമുണ്ട്, ചക്രം ശ്രീചക്രമാണ്. അതിൽ പൂജാ വ്യവസ്ഥയുണ്ട്. അപ്പൊ അതും തന്നെ നമുക്ക് ഓരോ ഗുരുവിനും ഓരോ സമ്പ്രദായത്തിനും വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ ആ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ രീതിക്കാണ് നമ്മൾ പറയുക. അപ്പൊ നമ്മൾ മന്ത്രസങ്കേതം,
പിന്നെ ചക്രസങ്കേതം, അടുത്താണ് പൂജാസങ്കേതം. പൂജാസങ്കേതത്തിലും പൂജയ്ക്കും തന്നെ ക്രമവ്യത്യാസങ്ങളുണ്ട്. അതും തന്നെ ദക്ഷിണാചാരം, അതുപോലെ തന്നെ സമയാചാരം, കൗളാചാരം, മിശ്രാചാരം എന്നൊക്കെ പറഞ്ഞ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിലും തന്നെ അതാത് സമ്പ്രദായം, ഇപ്പൊ കൗള സമ്പ്രദായത്തിലാണെങ്കിൽ പഞ്ചമകാരങ്ങൾ, മദ്യ, മത്സ്യ, മാംസ, മുദ്ര, മൈലം തുടങ്ങുന്ന പഞ്ചമകാരങ്ങൾ പ്രത്യക്ഷത്തിൽ ഉപയോഗിക്കുമ്പോൾ ദക്ഷിണമാർഗത്തിൽ എന്ത് ചെയ്യുന്നു? അതിന്റെ അനുകൽപ്പതിൻ്റെയൊക്കെ പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നു. ഇനി സമയം എന്ന് പറയുമ്പോൾ ആന്തരികമായിട്ടുള്ള പദ്ധതിയാണ്, അത് ബാഹ്യപൂജ ഉണ്ടാകാറില്ല. മിശ്രം എന്ന് പറയുമ്പോൾ സമയവും കൗളവും ചേർന്ന് വരുന്ന ഒരു പദ്ധതിയാണ് മിശ്രം. അപ്പൊ ഇത് ഒരു മിക്സഡ് രീതിയാണ്, അല്ലെങ്കിൽ ദക്ഷിണവും കൗളവും ചേർന്ന് വരുന്ന മിക്സഡ് രീതിക്കാണ് അത് പറയുക. അപ്പൊ അങ്ങനെ എന്താണ്, അപ്പൊ അതിലും ഒരു ഗുരു പരമ്പരയ്ക്ക് കൃത്യമായ വ്യവസ്ഥ ഉണ്ടായിരിക്കും. ഇങ്ങനെ അതുകൊണ്ട് നമുക്കൊരു പദ്ധതി ഉണ്ടായിരിക്കും, ഇതുപോലെ പല പദ്ധതികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ അപ്പോൾ ശ്രീചക്രത്തിന്റെ ശ്രീചക്ര പൂജയ്ക്ക് സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്, സങ്കേതത്തിലും 3 ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സാമാന്യം നമ്മൾ ശ്രീവിദ്യ മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞു, ശ്രീചക്രത്തെക്കുറിച്ച് പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു. ഇനി അവിനാഷ്, നമസ്തേ. നമസ്തേ ഗുരുനാഥ. അവിനാഷ് ഇനി എന്തെങ്കിലുമൊക്കെ ചേർക്കാനോ മറ്റുള്ള ഉണ്ടെങ്കിൽ സൂചിപ്പിക്കും, പറയുകയൊക്കെ ചെയ്ത് നന്നായിരിക്കും. വളരെ നല്ലൊരു സെഷനാണ്. എന്തായാലും ഇന്ന് പൗർണമിയും കൂടെയാണ്, ശരിക്കും അവളുടെ ദിവസവും കൂടിയാണ് ശരിക്കും ഇന്ന്. അപ്പോ ഇന്ന് തന്നെ യതീശയ്ക്ക് ഈ ഒരു ക്ലാസ് ആരംഭിക്കാൻ പറ്റിയത് തന്നെ പരാശക്തിയുടെ ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം എല്ലാവർക്കും ഈ ഒരു വിദ്യ എത്തിക്കാൻ ഗുരുനാഥൻ എപ്പോഴും അനുഷ്ഠിക്കുന്ന ആ ഒരു തീവ്രമായ സാധനയെ തന്നെ നമിച്ചുകൊണ്ട് ഇത്തിരി കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് സമക്ഷം ഗുരുനാഥന്റെ അനുവാദത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ലോകത്തില് ശ്രീചക്ര പൂജ നടത്തുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുണ്ട് യഥാർത്ഥത്തില്. എന്നാലും മന്ത്രങ്ങളുടെയും നടപടിക്രമങ്ങളുടെയും ഒക്കെ അർത്ഥങ്ങൾ, അതുപോലെ തന്നെ ഇപ്പൊ ഗുരുനാഥൻ പറഞ്ഞ പോലെ അവ എന്തിനാണ് ചെയ്യുന്നത്, കാര്യങ്ങൾ ചെയ്യാനുള്ള നല്ല മാർഗം എന്താണ്, അല്ലെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കാനുള്ള യഥാർത്ഥ മാർഗം എന്താണ്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ധാരാളം ഗുരു സ്ഥാനീയന്മാർക്ക് അല്ലെങ്കിൽ ഗുരുക്കന്മാർക്ക് അവരവരുടേതായ മാർഗങ്ങളുണ്ട്. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഈ ശ്രീചക്രത്തിന്റെ ക്രമം യഥാർത്ഥത്തില് മനസ്സിലാക്കുവാനുള്ള ഒരു അനുഗ്രഹം ദേവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുള്ളൂ. അതിന് പ്രധാന കാരണം നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഭയമാണ്. അകാരണമായി നമ്മൾ മനസ്സിൽ ശ്രീചക്രത്തോട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഭയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സാമാന്യ ജനത്തിന് ലഭ്യമായ പുസ്തകങ്ങളൊന്നും ശരിക്കും എത്ര നമ്മൾ റിസർച്ച് ചെയ്താലും കാണാനും സാധിക്കില്ല. കാരണം ഇതൊരു രഹസ്യ വിദ്യയാണ്. രഹസ്യം എന്ന് പറയുമ്പോൾ അത് അടച്ച് ആർക്കും ലഭിക്കാൻ ആവാത്ത ഒരു അവസ്ഥയിൽ അതിനെ സൂക്ഷിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ ആധികാരികതയോടുകൂടി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഭക്തർക്ക് അല്ലെങ്കിൽ സാധകർക്ക് ഉപാസകർക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ ഒരു വിടവ് നികത്താൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ യതീശ ഈ ഒരു ക്ലാസ് ചെയ്യുവാൻ തന്നെ തീരുമാനിച്ചത്. കാരണം അകാരണമായ ശ്രീചക്രത്തോടുള്ള ഭയം അത് സാമാന്യ ജനത്തെ ഈ ഒരു വിദ്യ അഭ്യസിക്കുന്നതിൽ നിന്ന് പിറകോട്ട് വലിച്ചിരിക്കുന്നു. എന്നാൽ എല്ലാവരുടെ സമക്ഷം ഈ ശ്രീചക്രം ഉണ്ട് താനും. ഇപ്പൊ പരശുരാമ കൽപ്പസൂത്രത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ തന്നെ ശ്രീചക്ര പൂജയിലെ ഓരോ മന്ത്രത്തിന്റെയും അല്ലെങ്കിൽ ഓരോ ക്രിയാക്രമത്തിന്റെയും രഹസ്യങ്ങളിലേക്ക് ആഴത്തില് കടക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒരു ആദ്യ പടി എന്ന് വേണമെങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സിനെ നിങ്ങൾക്ക് എല്ലാവർക്കും കരുതാം. ആർക്കും വായിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളെ ശ്രീചക്രത്തിലേക്ക്, അതിന്റെ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു ശ്രമം ആധ്യാത്മിക മേഖലയിൽ ഇതിനു മുമ്പ് നടന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ധാരണ. ഉണ്ടാവാം, എൻ്റെ ധാരണയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഭൂരിഭാഗവും നേരിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ വീക്ഷണകോണിൽ നിന്നാണ് യതീശ നിങ്ങളെ അനുഭവത്തിന്റെ ഒരു വെളിച്ചത്തിൽ അല്ലെങ്കിൽ കാഴ്ചപ്പാടിലാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിനാൽ തന്നെ അവയ്ക്ക് ചില സമയത്ത് യാതൊരു പരാമർശവും കാണുവാൻ ചിലപ്പോൾ സാധിക്കില്ല. ആധുനികവും പുരാതനവുമായ വീക്ഷണങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് ആധികാരിക ഗ്രന്ഥങ്ങള് ഇതിനെയൊക്കെ വിശദീകരിക്കുന്നത് ശരിക്കും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഇതൊന്നും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ലഭിക്കാത്തതും.
കാരണം നമ്മൾ യതീഷ ഇവിടെ പറയുന്നതിനോട് പാരമ്പര്യ രീതിയിൽ അല്ലെങ്കിൽ ഗുരു പരമ്പരാ സമ്പ്രദായത്തിൽ മാത്രമേ ഇതൊക്കെ അല്ലെങ്കിൽ ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ മാത്രമേ ഇതൊക്കെ കൊടുക്കാൻ പാടുള്ളൂ എന്ന വാദം ഉണ്ടാവും. അതായത് ചിലപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് അത് ചിലപ്പോൾ സ്വീകരിക്കാം, യോജിക്കാതിരിക്കുന്ന ആളുകളും ഉണ്ടാവാം. എന്നാൽ ഇന്നത്തെ മാനദണ്ഡങ്ങളുമായിട്ട് ഇതൊന്നും പൊരുത്തപ്പെടാത്തത് കൊണ്ട് തന്നെ ആചാരത്തിന്റെ ശാസ്ത്രം പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മറച്ചു വെക്കുന്നത് ശരിയുമല്ല. അതുകൊണ്ട് എല്ലാത്തിനും ഉപരിയായിട്ട് ഈ ഒരു ക്ലാസിന്റെ ഉദ്ദേശം യഥാർത്ഥത്തില് നമ്മുടെ പ്രാചീന കാലത്ത് ഋഷീശ്വരന്മാര് പിന്തുടർന്നിരുന്ന ഈ ആചാരങ്ങളെ ജനങ്ങളുടെ സമക്ഷം ഇതിനെ അറിയിക്കുക എന്നുള്ളതാണ്. ആദ്യം ഇതൊന്ന് തുറന്നു വെക്കുക. നമ്മൾ പറയില്ലേ, ഇതൊന്ന് നോക്കൂ, ഇതൊന്ന് അറിയൂ എന്താണെന്ന്. കാരണം ഭയം കാരണം ആ ഭാഗത്തേക്ക് നോക്കാൻ പോലും ആളുകൾക്ക് വളരെ പേടിയാണ്. അപ്പൊ ഇങ്ങനെ ആചാരങ്ങളെ കുറിച്ച് അറിയിക്കുക. ഇനി പരിശീലിക്കണോ വേണ്ടയോ എന്നത്, അതായത് ആഴങ്ങളിൽ യഥാർത്ഥ ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ നവാവരണ പൂജയെ ആചരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല്, ജനനേന്ദ്രിയങ്ങളുടെ ചിത്രങ്ങൾ കാണിക്കുന്നതിനാല് ഗൈനക്കോളജിയെ കുറിച്ചുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ പരിഹാസ്യമാണ് ഈ ശ്രീചക്രത്തിന്റെ വിദ്യ സാമാന്യ ജനത്തിന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം നമുക്കറിയാലോ, ഗൈനക്കോളജി ഞാനും നിങ്ങളൊക്കെ അടങ്ങുന്ന മനുഷ്യ സമൂഹം ഇന്ന് പ്രസവം എന്ന ആ ഒരു പ്രതിഭാസത്തെ ഇന്ന് ആധുനിക ശാസ്ത്രം ഗൈനക്കോളജിയിലൂടെയാണ് ഓരോ ഗർഭിണിയായ അമ്മയെയും കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഈ ഗൈനക്കോളജി മനുഷ്യന്റെ രഹസ്യ ഭാഗങ്ങൾ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള പുസ്തകം അല്ലെങ്കിൽ അറിവ് സാമാന്യ ജനത്തിന് കൊടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ചിരി വരും അല്ലെ? കാരണം അത് നമുക്ക് അല്ലെങ്കിൽ സാമാന്യ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുമോ? അങ്ങനെയുള്ള ഒരു പുസ്തകം കിട്ടിയാൽ ഒരു ഗർഭിണിക്ക് ഒരുപാട് അവളുടെ ഗർഭകാലത്ത് അവൾക്ക് ഉണ്ടാവുന്ന ആശങ്ക, ഇപ്പൊ നമ്മൾക്കറിയാലേ, കാരണം ഗർഭകാലത്ത് ഒരുപാട് ആശങ്കകളാണ്. കാരണം പഴയ പോലെ നമ്മൾ കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ മുത്തശ്ശിമാര് ഈ അറിവുകളൊക്കെ കൈകാര്യം ചെയ്ത എൻസൈക്ലോപീഡിയ ആയ മുത്തശ്ശിമാര് ഇല്ലാത്തതും വേറൊരു കാരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഗർഭിണിയെ സംബന്ധിച്ചിട്ട് അവൾ എന്നും ആശങ്കയാണ്. എന്നാൽ ഈ ഗൈനക്കോളജിയെ കുറിച്ചോ ഗർഭ സംസ്കാരത്തെ കുറിച്ചോ നമ്മള് ഒരു അറിവ്, സമഗ്രമായ അറിവ് ആൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലോ ആ ഗർഭകാലഘട്ടം ആ ഗർഭസ്ഥയായ യുവതി ആസ്വദിക്കുകയാണ് ചെയ്യുക, ഈശ്വരീയമായി അതിനെ അനുഭവിക്കും. ഇത് തന്നെയാണ് ലളിതാ പരമേശ്വരിയുടെ ആരാധനയിൽ, വിശിഷ്യ യതീശയിലൂടെ ആയിരക്കണക്കിന് ആൾക്കാര് ലളിതാ സഹസ്രനാമം പഠിച്ച് ലളിതയെ ആരാധിക്കുന്ന നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ ലളിതയെ ആരാധിക്കുവാനുള്ള സംവിധാനം? അത് ലളിത വിരാജിക്കുന്ന ശ്രീയന്ത്രം എങ്ങനെ അല്ലെ, അത് ഭയത്തോടെ നോക്കി കാണണ്ട. ഇതായിരുന്നു ഒരു ലക്ഷ്യം. പിന്നെ സാമാന്യ ജനം പഠിക്കാൻ പുറത്ത് ഇതുപോലെ ഒരു അവസരം കിട്ടാതെ, ശ്രീവിദ്യ എന്നത് എല്ലാവർക്കും പിന്തുടരാൻ ചിലപ്പോൾ സാധിക്കാത്തത് കൊണ്ട് തന്നെ ശ്രീചക്ര ഉപാസന എന്നുള്ളത് അവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ശ്രീചക്ര പൂജ അവരെ സംബന്ധിച്ച് ഈ ജന്മത്തിൽ കിട്ടാൻ സാധ്യതയില്ലാതെ. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ നിഷേധിക്കപ്പെട്ട ഒരു സാമാന്യ ജനത്തിന് സാമാന്യമായ ക്രമത്തിൽ അതിന്റെ ഭയം മാറ്റി എന്താണ് ഗുരുനാഥൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഇത് എന്ന് അറിയിക്കുവാനുള്ള ഒരു ചെറിയ കാൽവെപ്പ് എന്ന് ഇതിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള എല്ലാ ഗുരു പാരമ്പര്യങ്ങളും യതീശയ്ക്ക് ലഭ്യവുമാണ്. അപ്പോ ഇങ്ങനെ ബഹുമാനത്തോടെ ഈ ഒരു വിഷയത്തെ സമീപിച്ചാല് ഈ വിഷയം ഈശ്വരീയമായി നിങ്ങൾക്ക് ശ്രീചക്രത്തെ പൂജിക്കുവാനുള്ള അല്ലെങ്കിൽ ആഴങ്ങളിൽ ഇതിനെ അറിയാനുള്ള സാധ്യത ഇവിടെയുണ്ട്. ഇത് വില കുറഞ്ഞ ഒരു അനുകരണമോ അല്ലെങ്കിൽ ആചാരത്തിന്റെ ഒരു ചെറിയ പതിപ്പോ അല്ല യഥാർത്ഥത്തിൽ. ഇത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. സ്ത്രീ ദൈവമായിരുന്ന കാലത്തുണ്ടായിരുന്ന പുരാതന പാരമ്പര്യങ്ങളോടുള്ള പുരുഷാധിപത്യ പക്ഷപാതം ഇവിടെ നമ്മൾ അനുവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവതരിപ്പിക്കുന്ന പല ഉപാസനകളിലും ശക്തി ആരാധനയ്ക്കാണ് പ്രാധാന്യം. കാരണം നമ്മൾ കണ്ടു 21-ാം നൂറ്റാണ്ടായപ്പോഴേക്കും പ്രാചീന ഭാരതത്തില് സ്ത്രീയെ ഒരു ദേവതയായി പൂജിച്ചിരുന്ന നമ്മുടെ സംസ്കാരത്തില് 21-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും സ്ത്രീ വെറും പുരുഷന്റെ അല്ലെങ്കിൽ പുരുഷാധിപത്യത്തിന്റെ ഇരയായി മാറിയിരിക്കുന്നത് നമ്മൾക്ക് കാണാം. ഇപ്പൊ ഗുരുനാഥൻ പറഞ്ഞ പോലെ തന്നെ കൗള പാരമ്പര്യത്തിലൊക്കെ സ്ത്രീ ആരാധ്യ അല്ലെങ്കിൽ സ്ത്രീ ഗുരുസ്ഥാനിയായിട്ടൊക്കെ ധാരാളം ചരിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇന്ന് നമ്മള് സ്ത്രീ ആചാര്യ സ്ഥാനത്ത് എത്തുന്നതിനെ പുരുഷ സമൂഹം ഭയക്കുന്നു. ഇപ്പൊ നമ്മുടെ തന്നെ ക്ലാസ്സിൽ
ലളിതാ സഹസ്രനാമം ആഴത്തിൽ പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അവിടെ വീടുകളിൽ നിന്ന് അമ്മമാർക്ക് എതിർപ്പാണ് ഉണ്ടാവുന്നത്. കാരണം പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ അടങ്ങുന്ന ആ കുടുംബത്തിന്റെ ഫെസിലിറ്റേറ്റർ മാത്രമായി ഒരു സ്ത്രീ അധപ്പതിച്ച് കഴിഞ്ഞിരിക്കുന്നു 21-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും. നമ്മുടെ ഋഷീശ്വര പാരമ്പര്യം, ശങ്കരനും വിവേകാനന്ദനും ശ്രീരാമ പരമഹംസനും ഒക്കെ ആരാധിച്ച ശക്തി ആരാധനയിൽ നിന്ന് നമ്മൾ ബഹുദൂരം സ്ത്രീയെ അകറ്റി നിർത്തിയിരിക്കുന്നു. സ്ത്രീയുടെ യഥാർത്ഥ ഈശ്വരീയത നമ്മൾ അവളിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. ആ ഈശ്വരീയത എടുത്തു കളഞ്ഞ് വെറും അടിച്ചമർത്തലിന്റെയും അവഗണനയുടെയും ലോകത്ത് അവൾ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ സ്ട്രെസ് ആണ്, അല്ലെങ്കിൽ അവൾ ഇന്നത്തെ സമൂഹത്തിൽ അനുഭവിക്കുന്ന പിരിമുറുക്കങ്ങളുടെ സൃഷ്ടികളാണ് ഇന്ന് നമ്മൾ കാണുന്ന സമൂഹത്തിന്റെ പിരിമുറുക്കം. അതായത് ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുന്നതിൽ സ്ത്രീക്കുള്ള പങ്ക് ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ യുവതയെ നോക്കിയാൽ മനസ്സിലാവാം. നമ്മൾക്ക് ചുറ്റും മയക്കുമരുന്നിന്റെ അതിപ്രസരം, അക്രമങ്ങള്, പീഡനങ്ങള്, ഇതൊക്കെ എത്രയോ കാലം ദേവതയായി വിരാജിച്ചിരുന്ന സ്ത്രീ അന്ന് അവൾ സന്തോഷവതിയായിരുന്നപ്പോഴുണ്ടായ അവൾ സൃഷ്ടിച്ച സമൂഹത്തിൽ നിന്ന് പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുന്ന 21-ാം നൂറ്റാണ്ടിലെ സ്ത്രീ സൃഷ്ടിച്ച സമൂഹം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. എല്ലാ ഭരണകൂടത്തിന്റെയും തലവേദനയാണ് ഇപ്പോ ഇങ്ങനെയൊരു സമൂഹം. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് മനുഷ്യ പ്രയത്നത്തിന്റെ സമ്പത്ത്, പൈസ ഇന്ന് നമ്മൾ ചിലവാക്കുന്നത് ഈ സമൂഹത്തിൽ നിന്നും ലഹരിയെ തുരത്താനും അല്ലെങ്കിൽ ഈ പറയുന്ന ആക്രമണങ്ങൾ ഇല്ലാതാക്കാനൊക്കെയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇവിടെ ഈ ആചാരങ്ങളില് സ്ത്രീ പുരുഷന് തുല്യമായി കണ്ടുകൊണ്ട്, അതാണ് നമ്മൾ ലളിതയിൽ പറയുന്നത്, ശ്രീ ശിവശക്തി ഐക്യ രൂപിണി ലളിതാംബിക. ശിവശക്തി ഐക്യ രൂപത്തിലാണ് ഭാരതീയത, ഈശ്വരീയതയെ ലോകത്തിന് പരിചയപ്പെടുത്തിയതെങ്കിൽ ഇന്ന് നമ്മൾ അതിൽ നിന്ന് ബഹുദൂരം തിരിഞ്ഞു നടന്നിരിക്കുന്നു. അപ്പൊ എവിടെയും നമ്മൾ ശ്രീചക്രമായാലും ഇപ്പൊ ഗുരുനാഥൻ പറഞ്ഞതുപോലെ ശരീരത്തെ സങ്കല്പിക്കുമ്പോൾ പല സ്ഥലത്തും നമ്മൾ ശരീര അവയവങ്ങളുടെ വർണ്ണന നമ്മൾ കണ്ടുവരാറുണ്ട്. ഭാരതീയതയെ സംബന്ധിച്ച് ഇതൊരിക്കലും ലൈംഗികതയല്ല, അല്ലെങ്കിൽ ആചാരങ്ങളിലെ ലൈംഗികതയുടെ ഉപയോഗം പോലുള്ള വിഷയങ്ങളെ കുറിച്ച് വിദേശീയരുടെ കണ്ണുകളിൽ നോക്കിക്കാണുന്ന ഒരു പരമ്പരയല്ല നമ്മുടെ, അല്ലെങ്കിൽ പാരമ്പര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആചാരങ്ങളിൽ ലൈംഗികതയുടെ ഉപയോഗം പോലുള്ള വിഷയങ്ങളെ കുറിച്ച് യഥാർത്ഥത്തിൽ ഈ ശ്രീവിദ്യ അല്ലെങ്കിൽ ശ്രീചക്ര വിദ്യ തുറന്ന് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവ ഒരു ഗുരുവിന് സമർപ്പിക്കുന്നതിലൂടെ മാത്രമേ ഇത് പ്രാപ്യമാകൂ എന്നതിനാല് പല ഗുരുക്കന്മാരും അല്ലെങ്കിൽ പല പരിശീലകരും ഈ ഒരു ആസ്പെക്റ്റിന്, ഈ ഒരു മാനത്തെ, ഈ ഒരു ഡയമെൻഷനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഈ വിദ്യ കൈകാര്യം ചെയ്യാറ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ശരീരത്തിൽ ഈശ്വരനെ അനുഭവിക്കാത്തത്. കാരണം ഈ രീതിയിൽ നമ്മളെ മുൻകാലങ്ങളിൽ പഠിപ്പിച്ച വിദ്യാഗുരുക്കന്മാര് ചെയ്തത് ഈ പറയുന്ന ശരീരത്തിൽ ഈശ്വരീയത, ശരീരം എന്ന് പറയുമ്പോൾ അത് മ്ലേച്ഛമായിട്ടും ശരീര അവയവങ്ങളെ കുറിച്ച് പറയുമ്പോൾ മ്ലേച്ഛമായും സങ്കല്പിച്ചത് കൊണ്ട് മാത്രം നമ്മള് ഈശ്വരനെ ശിലകളിൽ തേടാനുള്ള ഒരു പാരമ്പര്യത്തിന് അടിമപ്പെട്ടു വന്നു. കാലാന്തര യാത്രയിൽ ഇന്ന് ഒരു ഭാരതീയന്റെന്ന് ഞാൻ പറയില്ല, വിശിഷ്യ ദക്ഷിണ ഭാരതത്തിലുള്ള കേരളീയന്റെ ആത്മീയത എന്ന് പറഞ്ഞാല് ഒരു തരത്തിൽ അത് വിഗ്രഹ ആരാധനയിൽ മാത്രം ഒതുങ്ങി പോയിരിക്കുന്നു. കാരണം സ്വന്തം ശരീരത്തെ കുറിച്ച് ഈ ശ്രീവിദ്യ പോലെയുള്ള വിദ്യകള് ശരീരത്തിൽ ഊന്നി പഠിക്കുന്നില്ല, ഞാൻ എന്ന അസ്തിത്വത്തിൽ ഊന്നി പഠിക്കുന്നില്ല. ഇപ്പൊ പൂജയുടെ ക്രമം ഗുരുനാഥൻ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇപ്പൊ പരശുരാമൻ തന്നെ യഥാർത്ഥത്തിൽ വിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഒന്നാണ്. ശ്രീചക്ര പൂജയെ കുറിച്ച് സവിസ്തരം ആ മഹാഋഷി പ്രതിപാദിച്ചിട്ടുണ്ട്. ശ്രീചക്ര പൂജയെ വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ട് ഉള്ള അദ്ദേഹത്തിന്റെ ഒരു സമ്പ്രദായം തന്നെ ഇതിനെ 4 സമയക്രമങ്ങളിൽ അദ്ദേഹം വിഭജിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ലളിത പൂജ രാവിലെ സൃഷ്ടി കേന്ദ്രത്തിൽ നടത്തി, മധ്യാഹ്ന സമയത്ത് ഹൃദയത്തിൽ രാജശ്യാമളയായി, വൈകുന്നേരത്തിൽ ഭ്രൂമധ്യത്തിൽ വാരാഹിയായി, അർദ്ധരാത്രിയില് സഹസ്രാരത്തിൽ പരാശക്തിയായി, അങ്ങനെ ബൃഹത്തായ ആരാധനാ സമ്പ്രദായം. അതായത് ലളിതാ പരമേശ്വരിയെ പ്രഭാതത്തിൽ സ്വാധിഷ്ഠാനമായ സൃഷ്ടി കേന്ദ്രത്തിലെ ശക്തിയായിക്കൊണ്ട് രാജശ്യാമളയെ മധ്യാഹ്നത്തിൽ അനാഹതമായ ഹൃദയ കേന്ദ്രത്തിൽ ആരാധിച്ച്, വാരാഹിയാകുന്ന ദണ്ഡനാഥയെ സായാഹ്നത്തില് ആജ്ഞാചക്രത്തിൽ അല്ലെങ്കിൽ ഭ്രൂമധ്യത്തില് ആരാധിച്ച്, പരയെ ഗുരുനാഥൻ പറഞ്ഞ ആ പരാശക്തിയെ അർദ്ധരാത്രിയില് സഹസ്രാരത്തില് ആരാധിക്കുന്ന ഒരു പാരമ്പര്യത്തിന് ഉടമകളാണ് നമ്മള്.
അപ്പോ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില ആളുകൾ ഈ വ്യത്യസ്ത പൂജകളെല്ലാം ഒരുമിച്ച് ചേർത്ത് ഒരു ബൃഹത്തായ അനിയന്ത്രിതമായ ഒരു നീണ്ട പൂജയാക്കി മാറ്റുന്നു. അത് ആ പൂജയിൽ പങ്കെടുക്കുന്നവർക്കോ പൂജകൾ കാണുന്നവർക്കോ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പൂജ എത്രത്തോളം നീണ്ടു നിൽക്കുന്നുവോ അത്രയും നല്ലതാണെന്നാണ് ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ കരുതുക. പക്ഷെ അതിന്റെ തത്വമോ, എന്താണ് അവിടെ കാണിക്കുന്ന മുദ്രയെന്നോ, എന്താണ് അതും ഞാനും തമ്മിലുള്ള ബന്ധമെന്നോ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അവര് ഈ പറയുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന്, ഈ പറയുന്ന പൂജകന്മാര് ആ വേറൊരു ഗ്രന്ഥവും മറ്റൊരു ഗ്രന്ഥത്തിൽ നിന്നൊക്കെ പൂജയിൽ പൂജാഭാഗങ്ങൾ ഈ പറയുന്ന പൂജയിൽ ചേർത്ത് കൊണ്ടേയിരിക്കും. തുടർന്ന് പൂജയുടെ ഓരോ ഭാഗം ചിലർക്ക് അവർക്ക് ഉപേക്ഷിക്കാൻ ഭയം തോന്നും. അപ്പൊ എല്ലാ പൂജയും ഒരുമിച്ച് ചേർത്ത് അവര് പൂജ ചെയ്യിക്കുകയും ആ പൂജ അതിന്റെ അവർക്ക് തന്നെ സമനില തെറ്റുകയും ചെയ്യുന്ന, ഈ പറയുന്ന സമനില തെറ്റി ഭക്ഷണം തേടി കരയുന്ന കുട്ടിയെ പോലെ പൂജയിൽ ചെറിയ അസ്വസ്ഥതകൾ വരുത്തി അതിനെ തുടർന്ന് കോപിക്കുകയും ചെയ്യുന്നു. ഒരു ഭക്തൻ കോപിക്കുക എന്നത് യഥാർത്ഥത്തില് ആധ്യാത്മികതയിൽ താഴേക്ക് പോകുക എന്നതാണ്. ഈ ശ്രീചക്ര പൂജയൊക്കെ ചെയ്യണം നമ്മളെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. രാമായണ കഥയിൽ തന്നെ നമുക്ക് നല്ലൊരു ഉദാഹരണം ഇതിന് കാണാൻ വേണ്ടി സാധിക്കും. കാരണം വിശ്വാമിത്രൻ യഥാർത്ഥത്തില് ഈശ്വരനെ കുറിച്ച് ഉന്നതമായ അറിവ് നേടാൻ ആഗ്രഹിച്ച ഒരു മഹാനായ രാജാവായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വളരെ കാലം അദ്ദേഹം ഇതിനായി തപസ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ തന്റെ ഭരണാധികാരം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ദേവന്മാരുടെ ഭരണാധികാരി എന്ന സ്ഥാനം നഷ്ടപ്പെടുമെന്ന് ഭയന്ന ഇന്ദ്രൻ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും മഹത്വം അനുഷ്ഠിക്കുന്ന ആ വിശ്വാമിത്രന്റെ വ്രതം തടയാൻ മേനക എന്ന ദേവലോക മോഹിനിയെയാണ് നിയോഗിക്കുന്നത്. അല്ലെ, നമുക്ക് അറിയുന്ന കഥയാണെങ്കിലും ഇതിലൊരു തത്വം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ വിശ്വാമിത്രൻ മേനകയിൽ ആകൃഷ്ടനായി ഏകദേശം 10,000 വർഷത്തോളം അവളെ ആസ്വദിച്ചു എന്ന് പറയുന്നു. പിന്നീട് തന്റെ തപസ്സിൽ നിന്ന് ലഭിച്ച ശക്തി അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയുണ്ടായി. തന്റെ തെറ്റ് ബോധ്യമായ അദ്ദേഹം അവളോട് മാറി നിൽക്കാൻ, കാരണം ഇല്ല, എനിക്ക് ഇനി നിങ്ങളുടെ സന്തതി പരമ്പരയെ നിങ്ങളിൽ, അല്ലെങ്കിൽ എന്റെ സന്തതി പരമ്പരയെ നിങ്ങളിൽ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് നിങ്ങളെയും വേണ്ട, വഴിതെറ്റി പോകൂ എന്ന് പറഞ്ഞ അയാള് മോഹിനിയെ തള്ളി മാറ്റി വീണ്ടും തപസ് തുടങ്ങുന്നു. അല്ലെ, അങ്ങനെ അദ്ദേഹം തപസ്സിൽ പുരോഗതി അല്ലെങ്കിൽ പുണ്യം നേടി. പിന്നെ അദ്ദേഹം വസിഷ്ഠ മുനിയുടെ ആശ്രമത്തിലേക്ക് ഗമിക്കുന്ന സമയം, അല്ലെങ്കിൽ പോകുന്ന സമയം അദ്ദേഹം മുനിയോട് പറയുകയാണ്, നോക്കൂ, ഞാൻ തപസ്സിൽ ശ്രേഷ്ഠത കൈവരിച്ചിരിക്കുകയാണ്. ഇനി വസിഷ്ഠ മഹർഷി അങ്ങ് എന്നെ ബ്രഹ്മഋഷി സ്വയം സാക്ഷാത്കാരം നേടി, അല്ലെങ്കിൽ സ്വയം സാക്ഷാത്കരിച്ച ആത്മാവാണെന്ന് പ്രഖ്യാപിക്കണം. അപ്പൊ വസിഷ്ഠൻ യഥാർത്ഥത്തില് വിശ്വാമിത്രനെ പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇല്ല, നീ ഒരു ബ്രഹ്മഋഷി ആയിട്ടില്ല. അപ്പോൾ വിശ്വാമിത്രൻ കോപാകുലനായ വസിഷ്ഠനെ ശപിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് രാമായണത്തിൽ കാണാം. ആ ഒരൊറ്റ ശാപത്താൽ തന്നെ അയാള് ആ വ്രതത്തില് സമ്പാദിച്ച എല്ലാ തപശക്തിയും നഷ്ടപ്പെടുകയാണ് ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈംഗികമായ സുഖം കോപത്തേക്കാൾ വളരെ കുറച്ച് ദോഷം മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നൊരു ഒരു ദർശനം നിലനിൽക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് ഈ കഥയുടെ തന്നെ തത്വം എന്ന് പറഞ്ഞാല്, കോപം നമ്മളിൽ ജനിക്കുമ്പോൾ നമ്മൾക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ ചൈതന്യ ശക്തിയുടെ അളവ് നമ്മൾ ഒരു ലൈംഗിക സുഖം അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. അതുകൊണ്ട് തന്നെ കാമം അവന്റെ ശക്തിയെ ഇല്ലാതാക്കാൻ 15,000 വർഷങ്ങൾ എടുത്തപ്പോൾ അവന്റെ കോപം, അതായത് വിശ്വാമിത്ര മഹർഷിയുടെ തപശക്തിയെ ഇല്ലാതാക്കാൻ മോഹിനിക്ക് 15,000 വർഷം അദ്ദേഹത്തിന്റെ സാമീപ്യത്തിൽ വസിക്കേണ്ടി വന്നിരുന്നു എങ്കിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇതെല്ലാം, അതിനെ തുടർന്ന് വിശ്വാമിത്രൻ സമ്പാദിച്ച് ആ കഠിന തപസ്സിന്റെ എല്ലാ ചൈതന്യ ശക്തിയും ഒരൊറ്റ നിമിഷം കൊണ്ട് വസിഷ്ഠനെ ശപിക്കുന്ന ആ പ്രക്രിയയിലൂടെ അദ്ദേഹം നഷ്ടപ്പെടുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മള് ആത്മസാധന, അല്ലെങ്കിൽ ഇത്തരമുള്ള ഈശ്വരീയമായ സാധന, ആത്മാർത്ഥമായ ഭക്തി പരിശീലിക്കുകയും കോപിക്കുകയും ഭക്തിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭക്തിയെ പരിശീലിക്കുന്ന സമയത്ത് നമ്മൾ കോപത്തെ മുൻനിർത്തി ജീവിതം മുൻപോട്ട് പോയാൽ ആധ്യാത്മികതയിൽ നമ്മൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. ശരിയായ പാതയിലായിരിക്കുന്നതിന്റെ അടയാളം
കോപത്താലോ ഭയത്താലോ നിങ്ങൾ അസ്വസ്ഥനാകാതിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ആധ്യാത്മികതയിലാണോ, നിങ്ങൾ ഒരിക്കലും അസ്വസ്ഥനാകില്ല എന്നതാണ് ഇതിന്റെ അടിത്തറയായി നമ്മൾ ഈ ഒരു മാർഗത്തിൽ ചരിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ മനസ്സിൽ ഒരു ദൃഢപ്രതിജ്ഞ നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഗുരുനാഥൻ പറയുകയുണ്ടായി കുറച്ചു നേരത്തെ, കാരണം ഇതൊക്കെ ഗുരു പരമ്പരയുടെ ഒരു അടിസ്ഥാനത്തിൽ വികസിച്ച് വലുതായ ഒരു ശാസ്ത്രമാണ്. ഭാവനോപനിഷത്ത് തന്നെ പറയുന്നു ശ്രീ ഗുരു സർവകാരണഭൂതാശക്തി. അവിടെ പറയുന്ന 2 വാക്യങ്ങൾ ഗുരുവിനെ കുറിച്ച് തന്നെയാണ്. ശ്രീവിദ്യയിൽ ഗുരുവിന്റെ പങ്ക് വളരെ പ്രധാനമാണ്. ഇതിന് നിരവധി കാരണങ്ങളുണ്ട്. ശ്രീവിദ്യയെ ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ ബ്രഹ്മത്തെ കുറിച്ചുള്ള പരമമായ അറിവ് എന്നാണ് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്. കാരണം ശ്രീവിദ്യ വിമോചനത്തിനെ കുറിച്ച് പറയുന്നതിനാൽ അത് ബ്രഹ്മവിദ്യ എന്നാണ് നമ്മൾ പറയാറുള്ളത്. എല്ലാത്തിനും കാരണഭൂതൻ ഗുരുവാണെന്നാണ് ആദ്യ ശ്ലോകം തന്നെ ഭാവനോപനിഷത്ത് പറയുന്നത്. ദൈവീകമായ അറിവുകള് അനാവരണം ചെയ്യുന്നതിൽ ഗുരുവിന്റെ ശക്തി അസാധാരണമാണ്. പരാശക്തിയെ അക്ഷരാർത്ഥത്തിൽ കാണിച്ചു തരാനുള്ള കഴിവ് ഈ ലോകത്ത് ഗുരുവിന് മാത്രമാണുള്ളത്. ഗുരുവിന്റെ കൃപയാൽ മായയുടെ അന്ധകാരം നശിക്കുമ്പോൾ ഒരാൾക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കും. അപ്പൊ കൃപയാൽ മായയുടെ അന്ധകാരം നശിക്കുമ്പോൾ ഒരാൾക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കും. ഉള്ളിലെ പരാശക്തിയെ സാക്ഷാത്കരിക്കാൻ എങ്ങനെയാണ് എന്റെ ബ്രഹ്മചൈതന്യത്തെ ചുറ്റിയിരിക്കുന്ന മായയെ നശിപ്പിക്കാം എന്ന് ഗുരു ശിഷ്യനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യാറ്. സാക്ഷാത്കാരത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി അവൻ സാധാരണയായി തന്റെ ശിഷ്യനെ പടിപടിയായി ഉയരങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഗുരു ശിഷ്യ ബന്ധത്തെ നിർണയിക്കുന്ന നിരവധി ഘടകങ്ങൾ ഉണ്ടെങ്കിലും ചില വശങ്ങൾ അതിൽ കൂടുതൽ പ്രാധാന്യമുള്ളതാണ്. ആദ്യം അല്ലെ, കാരണം ഒരു ശിഷ്യൻ ഗുരുവിന്റെ സാമീപ്യം ചെന്ന് തന്നെ അങ്ങയുടെ ശിഷ്യനായി സ്വീകരിക്കാനുള്ള അപേക്ഷയുമായി ആദ്യം നമ്മൾ സമീപിക്കുകയാണ് ചെയ്യുക. ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് ഓപ്പോസിറ്റ് ആണല്ലേ. കാരണം ഇപ്പൊ യതീശയെ നോക്കിയാൽ നമ്മൾ എന്താ ചെയ്യുക, ഏത് പ്ലാറ്റ്ഫോമും ശിഷ്യരെയാണ് തേടുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ വിദേശീയരെ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പഴയ സമ്പ്രദായമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സാമീപ്യ രീതിയിൽ ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം അത് കാലത്തിന്റെ ആവശ്യമാണ്. അതിനാൽ കാലത്തിന്റെ ആവശ്യത്തെ എന്നും നമ്മുടെ ധർമ്മം സ്വീകരിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അങ്ങനെ സമീപിക്കുന്നു, ഈ ഗുരുവിനെ സമീപിക്കുന്നു. അപ്പോ ശിഷ്യൻ താൻ സമീപിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണ് ചെയ്യുക, ഒരു ശിഷ്യൻ താൻ സമീപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗുരുവിനെ കുറിച്ച് മതിയായ അന്വേഷണങ്ങൾ നടത്തേണ്ടതും ഗുരുവിന്റെ ഗുണനിലവാരത്തെയും വിശുദ്ധിയെയും കുറിച്ച് സ്വയം തൃപ്തിപ്പെടേണ്ടതും വളരെ പ്രാധാന്യമായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. കാരണം ഒരുപാട് ഈ പറയുന്ന പോലെ അധികാരമുള്ളതും അധികാരമില്ലാത്ത ആളുകളും പല വിഷയങ്ങളും കൈകാര്യം ചെയ്തല്ലേ അവരവരുടെ വീക്ഷണം സമൂഹത്തിലേക്ക് പകരുന്ന ഒരു കാലഘട്ടം ആയതിനാൽ തന്നെ ഗുരുവിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു കാലമാണ്. ഇപ്പോ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ ഓരോ കോഴ്സ് അനൗൺസ് ചെയ്യുമ്പോഴും ചിലപ്പോൾ ക്ലാസ് എടുക്കുന്ന ഞാനാണെങ്കിൽ പോലും ധാരാളം എൻക്വയറികൾ വരാറ് എന്റെ ഗുരു പരമ്പരയെ കുറിച്ചും എനിക്ക് എന്തൊക്കെ ദീക്ഷ കിട്ടിയെന്നും ഞാൻ ഇതിന് അർഹനാണോ എന്നൊക്കെ വേണം. അത് ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. അതിൽ ആരെയും നമ്മൾക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ സാഹചര്യങ്ങള് അനുകൂലമായിട്ടും ഒരു ഗുരുവിൽ നിന്ന് മറ്റൊരു ഗുരുവിലേക്ക് മാറുന്ന ഒരു സമ്പ്രദായം, ഗുരു ഷോപ്പിംഗ് എന്നൊക്കെ നമ്മൾ വിളിക്കും. അപ്പൊ അതും ഇന്നത്തെ കാലത്ത് കാണുന്ന ഒരു പ്രതിഭാസമാണ്. കാരണം ഗുരു തന്റെ ശിഷ്യന്റെ ആത്മീയവും മാനസികവും ശാരീരികവുമായ അവസ്ഥകൾ ശരിയായി സ്ഥിരമായി വിലയിരുത്തി തൃപ്തനായാൽ ശിഷ്യനായി സ്വീകരിച്ച് ദീക്ഷ നൽകുന്ന സമ്പ്രദായമാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ദീക്ഷ കൂടാതെ ഒരു ശിഷ്യനില് അന്തർലീനമായ മായ നശിക്കുകയില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. കുലാർണവ തന്ത്രം 7 തരം അത്തരം ഉപക്രമങ്ങളെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന്, ആചാരങ്ങളിലൂടെയാണ് അന്തർലീനമായ മായയെ നശിപ്പിക്കുന്നത്. ഒന്ന് അക്ഷരങ്ങളിലൂടെ, അത് മന്ത്രം രേഖാമൂലം ശിഷ്യന് നൽകിക്കൊണ്ട്. പിന്നെയോ മൂന്നാമത് പറയുന്നത് ശിഷ്യന്റെ ഊർജ ശരീരത്തിലൂടെ പ്രവർത്തിക്കുകയും അവന്റെ ശരീരത്തിൽ ആത്മീയതയുടെ വിത്ത് പാകുകയും ചെയ്യുക. ഇനി നാലാമത് ശിഷ്യന്റെ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട് അവന് ഈ പറയുന്ന ദീക്ഷകൾ നൽകുക. പിന്നെ വാക്കാലുള്ള പ്രാരംഭം, അതായത് ചില മന്ത്രങ്ങൾ നൽകിക്കൊണ്ട് ചെയ്യുക. ഇതൊന്നും അല്ലാതെ നോട്ടത്തിലൂടെ ശിഷ്യനെ നോക്കുക എന്ന വിദ്യയിലൂടെ ചെയ്യുക.
പിന്നെ ഏഴാമത് പറയുന്നത് മാനസിക സമാരംഭം, അതായത് ശിഷ്യന്റെ മനസ്സിലൂടെ പ്രവർത്തിക്കുക. ഇത്തരം രീതിയിലാണ് യഥാർത്ഥത്തിൽ ഗുരു നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോ ആചാരങ്ങളിലൂടെയുള്ള ദീക്ഷ ഒഴികെ മറ്റ് ദീക്ഷകളിലൊന്നും ആചാരങ്ങള് അല്ലെ, ഈ മാനസിക സമാരംഭം പോലെയുള്ള ദീക്ഷകൾ അല്ലെങ്കിൽ നോട്ടത്തിലൂടെ ഉള്ള ദീക്ഷകളിലൊന്നും ആചാരങ്ങൾ ഉൾപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കില്ല. ചില ഗുരുക്കന്മാര് സങ്കല്പം പോലെയുള്ള ചെറിയ ആചാരങ്ങൾ ആ സമയത്ത് ചെയ്തുകൊണ്ട് ചെയ്യാറുണ്ടെങ്കിലും ഇതെല്ലാം വളരെ 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 ചെറിയതും വലുതുമായ നടപടിക്രമങ്ങളാണ്. അപ്പൊ വീണ്ടും ആചാരപരമായ ദീക്ഷകളിൽ പലതരത്തിലുള്ള നടപടിക്രമങ്ങൾ തന്നെ കുലാർണവം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊക്കെ വിശദമായി നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ശരിക്കും എന്താണ് ശിഷ്യന്റെ ഈ പറയുന്ന ഏഴില് യഥാർത്ഥത്തിൽ ആദ്യത്തെ പടിയായി അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന പടിയായി കാണുന്നതാണ് യഥാർത്ഥത്തിൽ ശിഷ്യനെ സ്പർശിച്ചുകൊണ്ട് ദീക്ഷ നൽകുന്നത്. അത് ഈ പറയുന്ന ശരിക്കും പറഞ്ഞ ഗുണനിലവാരം നോക്കിയാൽ ഏറ്റവും താഴ്ന്ന പടിയാണ് സ്പർശിച്ചു കൊണ്ടുള്ള ദീക്ഷ. അതിന് മുകളിലാണ് മറ്റ് 6 ദീക്ഷകൾ ഉള്ളത്. അതാണ് ഉയർന്ന ദീക്ഷകൾ. ഊർജ നിലയിൽ പ്രവർത്തിക്കുക, മനസ്സിൽ പ്രവർത്തിക്കുക, നോട്ടത്തിലൂടെ പ്രവർത്തിക്കുക, അങ്ങനെ ഊർജത്തിന്റെ പ്രക്ഷേപണം ഏറ്റവും ഉയർന്ന ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇത്തരത്തിലുള്ള ദീക്ഷയ്ക്ക് ഗുരുവിനും ശിഷ്യനും കഴിവുകള് ഇത് ഗുരു കൊടുക്കണ വിദ്യ സ്വീകരിക്കാനുള്ള കഴിവ് ശിഷ്യനുണ്ടാവും. ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒരു ശ്രീചക്ര പൂജ ഉപാസന പദ്ധതിയിൽ പോകുമ്പോൾ ഈ പറയുന്ന ഗുരു പരമ്പരയെ കുറിച്ചും അവിടെ നിന്ന് നിങ്ങളിലേക്ക് ഒഴുകി വരുന്ന ആ ഒരു വിദ്യ സ്വീകരിക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായി അതിന് പാത്രമായി കൊണ്ടേയിരിക്കണം. ആ പാത്രത നേടേണ്ടത് ഒരു ശിഷ്യഗണം അല്ലെങ്കിൽ ഒരു ശിഷ്യന്റെ പരിശീലനമാണ് യഥാർത്ഥത്തില്. ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ വിശ്വാമിത്രന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് കോപം എന്നുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ നയിക്കുന്നത് ആ ഒരു വികാരമാണ്. അപ്പൊ ഈ ആധ്യാത്മിക മാർഗത്തിൽ പോകുമ്പോൾ അത് നമ്മുടെ ആധ്യാത്മിക ചൈതന്യത്തിന്റെ ശോഷണമാണ് നമ്മൾക്ക് പ്രദാനം ചെയ്യുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗുരു പറഞ്ഞതിന്റെ കൂടെ പറയണമെന്ന് തോന്നിയിട്ട് പറഞ്ഞതാണ്. കാരണം ഇത് വെറും ശ്രീചക്ര പൂജ എന്ന് പറയുമ്പോൾ പലരും ഇപ്പൊ ഇന്ന് നമ്മൾ വിളിച്ച് പറയുകയുണ്ടായി, എനിക്ക് ഇന്ന് പിന്നെ വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്, ക്ലാസ്സിൽ കയറാൻ സാധിക്കില്ല, എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ ഇത്രയും പവിത്രമായ വിദ്യ ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ മാത്രം കണ്ടുവരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുമായിരുന്ന വിദ്യ ബാബാജി പ്രത്യേക താല്പര്യം ഈ പറയുന്ന ജനങ്ങളിലേക്ക് ഇത് എത്തേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും രഹസ്യമായി പിടിക്കേണ്ടതല്ല, അവരറിയേണ്ടതാണ് എന്ന എഫേർട്ട് എടുത്ത് നമ്മള് ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഈ പറയുന്ന ആ ഗുരുപരമ്പരയോട് നിങ്ങളിലേക്ക് ഈ വിദ്യ എത്തുവാൻ വേണ്ടിയിട്ട് അങ്ങനെയൊരു ആചാര്യന് മനസ്സിൽ പരാശക്തി തോന്നിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഇതേ ഒരു എന്താണ് പറയാ അതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു പവിത്രമായ വിദ്യയാണ്. കേവലം ഒരു ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് സാധാരണ കിട്ടുന്ന ഒരു വിദ്യ പോലെയല്ല. ഈ പറയുന്ന പോലെ ശ്രീവിദ്യ എന്ന സമ്പ്രദായത്തിൽ കയറിയാൽ മാത്രം അതിൽ ആഴത്തിൽ എത്തിയാൽ മാത്രം കിട്ടുന്ന ഒരു വിദ്യയെ കുറിച്ച് അതിന്റെ പ്രാഥമികമായ അറിവാണ് ഇവിടെ നമ്മൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ യതീശയെ സംബന്ധിച്ചിട്ടോ അത് വളരെ പവിത്രമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ശരിക്കും ഒരു അവസരമാണ്. ഇത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇനിയും ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം. കാരണം ഒരുപാട് ആളുകൾ ഇപ്പൊ എൻക്വയറീസ് ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദീക്ഷാ സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും ആ ദീക്ഷയുടെ തിരക്കിലായത് കൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ ഇനിയും ക്ലാസ്സിൽ ചേരാനുണ്ട്. അപ്പൊ അതുകൊണ്ട് പരമാവധി നിങ്ങൾക്ക് ഈ ഒരു വിദ്യ ന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ ധാരാളം ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കണം. ഇങ്ങനെയൊക്കെ ഈ വിദ്യ നമ്മൾക്ക് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള സാധ്യതയുള്ളൂ. ആ സാധ്യത പരമാവധി ഇങ്ങനെയുള്ള ഗുരുനാഥന്മാരെ നമ്മുടെ കൂടെ ഇതൊക്കെ പഠിപ്പിച്ചു തരാൻ തയ്യാറായി വന്നാൽ നമ്മളത് പരാശക്തിയുടെ അനുഗ്രഹമായിട്ട് കാണുകയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ ഈ സമയത്ത് ഞാൻ പറയും, പണ്ടൊക്കെ നമ്മൾ പുരാണങ്ങളിലൊക്കെ വായിക്കില്ലേ, ദൈവം പ്രത്യക്ഷപ്പെട്ട് വരം നൽകി. ഞാൻ പറയും ഈ 21-ാം നൂറ്റാണ്ടില് ദൈവം പ്രത്യക്ഷപ്പെട്ട് വരം നൽകുന്നത് എന്താണെന്നറിയോ? ഈശ്വരീയതയെ അറിയാനുള്ള ഒരു അവസരം. കാരണം ബാക്കി എല്ലാ വിദ്യയും പുറത്ത് നമുക്ക് അവൈലബിൾ ആണ്. മെറ്റീരിയലിസ്റ്റിക്കായി ഈ ലോകത്ത് ജീവിക്കാനുള്ള എല്ലാ വിദ്യയും നമുക്ക് കാശ് കൊടുത്താൽ കിട്ടും. ശ്രീചക്രമോ ശ്രീവിദ്യയോ നമുക്ക് അങ്ങനെ കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള പബ്ലിക് ഡൊമൈനിൽ ഇങ്ങനെയുള്ള പുസ്തകം പോലും ഇല്ല ഇതിനെ കുറിച്ച് സംസാരിക്കണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും എൻ്റെ ഒരു അഭ്യർത്ഥന, നിങ്ങളൊക്കെ ഈ വഴിയിൽ വരണം. ഗുരുനാഥൻ നിങ്ങൾക്ക് വേണ്ടി
ഒരുക്കി തന്ന ഈ ഒരു പവിത്രമായ അവസരം, പരാശക്തിയുടെ അനുഗ്രഹത്താൽ ഉണ്ടായ അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നാണ്. ഇനി ചോദ്യങ്ങൾ എടുക്കാനുള്ള സമയമുണ്ടോ ഗുരുനാഥ? അതോ ചോദ്യങ്ങൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുത്താൽ മതിയോ? ഒരു 5-6 മിനിറ്റ് ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിലേ, കാരണം ഈ ഒരു സംശയം വല്ലാണ്ട് നിന്നുകൊണ്ട് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം, രഹസ്യം എന്ന് നമ്മളുടെ ആളുകൾ ഇതൊക്കെ രഹസ്യ എന്ന് പറയണത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഭഗവത്ഗീത രഹസ്യമാണ്, അതുപോലെ രാമായണം രഹസ്യമാണ്, നമ്മൾ എന്താ ഉണ്ടായി വെച്ചതൊക്കെ മൂടി വെച്ചു. ഈ രഹസ്യം എന്ന് പറഞ്ഞാൽ എടുത്തു വെക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിലല്ല ശരിക്കും പറഞ്ഞത്. രഹസ്യം ഭഗവാൻ അർജുനോട് പറഞ്ഞ രഹസ്യം എന്ന് പറയാൻ കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്നത് കാണിക്കാൻ രഹസ്യം എന്ന ശബ്ദം അല്ലെങ്കിൽ ആ വാക്ക് ഉപയോഗിച്ച്. അപ്പോ അതാണ് രഹസ്യത്തെ കുറിച്ച് നമ്മളെ ഈ ക്ലാസ്സിലുള്ളവരൊന്ന് മനസ്സിലാക്കുക. ഇത് രഹസ്യമല്ലോ ചോദിച്ചാൽ പലരും കമന്റ് ചെയ്തൊക്കെ നമ്മൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇത് അത്രയും വലിയ രഹസ്യമല്ലോ ചോദിച്ചാൽ, അത്രയും വലിയ രഹസ്യം, ആ രഹസ്യം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിദ്യയാണ്, അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള വിദ്യയാണ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന്റെ അർത്ഥം ചോദ്യകർത്താക്കളും അല്ലെങ്കിൽ ചിന്തിക്കുന്നവരെന്ന് മനസ്സിലാക്കുക. അടുത്തതാണ്, നമ്മൾ ആദ്യകാലത്ത് ഗുരുവിനെ അന്വേഷിക്കുകയായിരുന്നു, പിന്നെ എന്താ പറയുക, ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണെന്ന് പറയാൻ കാരണം, പണ്ട് കാലത്ത് എത്ര തന്നെയാണെങ്കിലും ഈ പറയുന്ന ആത്യന്തിക അറിവിനൊരു ത്വരയുണ്ടായിരുന്നു. കാരണം അറിവിനെ കുറിച്ച് ബോധമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് പറ്റിയത് ഈ പറയുന്ന വൈദേശിക വിദ്യാഭ്യാസം, കൊളോണിയൽ വിദ്യാഭ്യാസം ഇവിടേക്ക് കടന്നു വന്നതിന്റെ ഭാഗമായിട്ട്, നമുക്ക് അക്കാഡമിക് ആയിട്ട് അങ്ങനെ പോയതിന്റെ ഭാഗമായിട്ട് ആത്യന്തികമായ ഈ അറിവുകളെ കുറിച്ച് നമ്മളെ സാമാന്യ ജനങ്ങൾക്ക് ഒട്ടും സാമാന്യ ജനം തന്നെ എല്ലാവരും സാമാന്യ ജനമാണ്, ഒട്ടും ധാരണയും ബോധ്യവും ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് വേണം, നമ്മൾ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മറ്റ് വിഷയങ്ങളോ നമ്മൾ ജ്വല്ലറിക്കാരൊക്കെ കാണിക്കുന്ന പോലെ ഇതിന്റെ ഇൻട്രോ, ഇതിന്റെ ഒരു ബേസിക് നമ്മൾ ജനങ്ങളോട് കാണിച്ചു പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ഉണ്ടോ, ഇത് പറ്റുമോ, എന്നാ ശരി അറിയാലോ, എന്നിട്ട് സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിച്ചാൽ ആഴക്കടലിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെന്ന് ഒത്തുമ്പോഴും എടുക്കാം. അപ്പൊ ഇനി കുറച്ച് സമയത്ത് ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, നമുക്ക് പറ്റാവുന്ന മറുപടികൾ കൊടുക്കാമല്ലോ. ആർക്കെങ്കിലും കാര്യമായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു 5 നിമിഷം അത് ചെയ്യാം. ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വിട്ടാലും മതി, അതല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താലും മതി. ആർക്കും സംശയം നിൽക്കാൻ പാടില്ല. അതാണ് എന്താ വെച്ചാൽ ഈ ഒരു വിദ്യയെ കുറിച്ച് സാമാന്യന നമുക്കൊരു ധാരണ ഇല്ലാണ്ട് നമ്മൾ ഒരിക്കലും, ഒരുപാട് ആളുകൾ ഇത് എന്താ ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുകയും, അതുകൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോം കൊണ്ട് നിങ്ങൾക്ക് നടക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തത വേണം. പ്ലാറ്റ്ഫോം ഏതെന്നുള്ള മുരളീകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം ഹാൻഡ് റൈസ് ചെയ്ത് കാണുന്നുണ്ട്. എന്താണ് സംശയം എന്ന് കമന്റ് ബോക്സിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ നന്നായിരുന്നു. പിന്നെ ഹാൻഡ് റൈസ് ചെയ്തത് രാരീഷ് രാജ് എന്ന യൂസർ നെയിമുള്ള വ്യക്തിയാണ്. എന്താണ് സംശയം എന്ന് അറിഞ്ഞാല് സംശയം എഴുതട്ടെ. ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ആളുകളുടെ ഒരു ധാരണയ്ക്ക് നമ്മളൊരു കാര്യം പറയാം. നമ്മൾ പലപ്പോഴും പല സ്ഥലത്തും ചെല്ലുമ്പോൾ ആളുകൾ ഒരു ഒന്നാമത്തെ ചോദ്യം വന്നത് എപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്ന നമുക്ക് വളരെ ഹരക്കൊള്ളിക്കുന്ന ചോദ്യം തന്നെയാണ്. മെൻസ്ട്രേഷൻ ടൈമിൽ ദേവി മഹാത്മ്യ പഠനം എന്താണ്? അത് വിഷയ സംബന്ധിയായി ചോദിച്ചാൽ വളരെ ഗുണമായിരിക്കും. എന്നാലും ഗുരുനാഥ് ഉള്ളതുകൊണ്ട് പറയാന്ന് വിചാരിക്കുകയാണ്. ദേവി മഹാത്മ്യത്തെ കുറിച്ചാണ് ചോദ്യം. നമസ്കാരം ഗുരുനാഥ, എന്റെ പേര് രാജേഷ്. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. എനിക്കിപ്പോ കുറച്ച് ഡൗട്ടുള്ള ഞാൻ കാര്യം ചെയ്യുന്നത്, എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു മാരീഡ് ആണ്, ഒരു കുട്ടിയുടെ പിതാവാണ്. അപ്പം ഞാൻ വിദേശത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദേവിയെ ഉപാസിക്കണമെന്നൊരു അതിയായ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. അപ്പം ഈ പൂജാവിധികളല്ലാതെ എനിക്ക് ശ്രീചക്ര ഇത് പഠിച്ചുകൊണ്ട് ശ്രീചക്ര ഉപാസന അല്ലെങ്കിൽ ശ്രീചക്ര പൂജ ചെയ്യാൻ പറ്റുമോ? പറ്റുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഓക്കെ, തീർച്ചയായിട്ടും. ഉപാധി ശ്രീചക്രം നിങ്ങൾക്ക് ബാഹ്യപൂജയാണ്. നമ്മൾ പറഞ്ഞു കൗളാചാരത്തിന്റെ ദക്ഷിണാചാരത്തിന്റെ ഭാഗമാണ്. സമയക്രമത്തിലും നമുക്ക് ഇതൊക്കെ, ഈ ശ്രീചക്രം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരമാണേ. അപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ ശ്രീചക്രത്തിൽ 9 ആവരണങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. അത് നമുക്ക് ഒറ്റയടിക്ക് നടക്കുന്നല്ല. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഈ ബാഹ്യപൂജ പഠിക്കുക, എന്നിട്ട് നമ്മൾ സാവധാനം ഇതിന്റെ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എവിടെയാണെങ്കിലും, അല്ലെങ്കിൽ ആത്യന്തികമായി ശ്രീചക്ര പൂജയുടെ ലക്ഷ്യം ശരീരത്തിന്റെ ഉള്ളിൽ പൂജിക്കുക എന്ന് തന്നെയാണ് കേട്ടോ. നമ്മൾ അല്ലാണ്ട് ബാഹ്യപൂജയല്ല, ആന്തരികമായിട്ടുള്ള ഒരു സമ്പ്രദായം തന്നെയാണ് ശ്രീചക്ര പൂജ. സാധ്യമാണ്. പിന്നെ ഗൃഹസ്ഥാശ്രമി കുട്ടികളും മക്കളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അവർക്കുള്ളത് തന്നെ ഗൃഹാണാമമ സിദ്ധേ, അവർക്ക് ഗൃഹസ്ഥാശ്രമികൾക്ക് ഉള്ളത് തന്നെയാണ് ശ്രീചക്ര പദ്ധതി. ഒരിക്കലും തന്നെ ഒരു സന്യാസ പദ്ധതി അല്ല കേട്ടോ, അത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും പറ്റും. രണ്ടാമത് ചോദ്യം ബാബാജിയോട് ഒരു ദേവിക എന്ന ഒരു പഠിതാവ് ചോദിച്ചത്, ശ്രീചക്ര പൂജ മിശ്ര സമ്പ്രദായത്തിലാണോ യതീശയിൽ പഠിപ്പിക്കുന്നത് എന്നാണ്. ഓക്കെ, നമ്മള്
ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആരംഭമാണ്. ആരംഭമാകുമ്പോൾ നമ്മൾ മിശ്രെന്നും കൂടിയും പറയാൻ പറ്റില്ല. ദക്ഷിണ മാർഗത്തിലാണ് നമ്മൾ അതിനെ നിങ്ങൾക്ക് സാമാന്യന് എല്ലാവരും കോമൺ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞുതരാൻ പറ്റുന്ന പോലെ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന പറയില്ലേ, നമ്മൾ സാധാരണ വിദ്യാഭ്യാസ രീതി ഉണ്ടല്ലോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. അതിലൊരിക്കലും ഒരു ഒരു വിഷമം, ഈ ശാസ്ത്രത്തിന്റെ ഗൂഢതകളിലേക്ക് നമ്മൾ ഇപ്പോൾ ഇറങ്ങുന്നില്ല. അത് നേരത്തെ അവിനാഷ് പറഞ്ഞ പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങണമെങ്കിൽ യതീഷ് അതിനുള്ള പ്ലാറ്റ്ഫോം തുറക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇത് ഒരു സംശയം വേണ്ട. അപ്പൊ മിശ്രമായിട്ട് ചോദിച്ച ചോദ്യം മനസ്സിലായി. മിശ്രൻ എന്നുള്ളത് പോലും അല്ല, ദക്ഷിണക്രമത്തിലാണ് നമ്മൾ ഈ ഒരു പൂജാ പദ്ധതി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. മൂന്നാമത് ഒരു ചോദ്യം വന്നിട്ടുള്ളത്, ത്രികൂടം എന്നാൽ എന്താണ് ഗുരുജി എന്നാണ് ചോദ്യം. ഓക്കെ 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 3 കൂടം എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ അർത്ഥത്തിൽ പറയുമ്പോൾ നമ്മൾ കൂടം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, 3 അറകളോ 3 സ്റ്റെപ്പുകളോ അല്ലെങ്കിൽ 3 കൂട്ടം എന്ന കളത്തിലാണ് സാധാരണ പറയാ. ഈ മന്ത്രത്തിൽ ഇപ്പൊ നമ്മൾ ഗായത്രി മന്ത്രം, നിങ്ങൾ പഞ്ചദശി നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഗായത്രി മന്ത്രം അതിന് 3 കൂടണ്ടേ എന്ന് പറഞ്ഞാൽ എന്താണ്, 3 പാദങ്ങൾ ഇല്ലേ. ഇത് പറഞ്ഞ പോലെ ഇപ്പൊ തത് സവിതൂർ വരേണ്യം അതൊരു പാദം, ഭർഗോ ദേവസ്യ ധീമഹി അതൊരു പാദം, ധിയോ യോന പ്രചോദയാൽ ഇതൊരു പാദം. ഇങ്ങനെയുണ്ടല്ലോ. ഇതേപോലെ തന്നെയാണ് ഈ ശ്രീവിദ്യാമന്ത്രത്തിനെ 3 ചെപ്പുകളിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ വിദ്യാകൂടം. അത് വിദ്യാസംബന്ധിയാണെങ്കിൽ മറ്റേ കാമരാജകൂടം, നമുക്ക് ഭൗതികമായിട്ടാണെങ്കിൽ മറ്റേ ശക്തികൂടം, കരുത്തെ. നാരായണ ഗുരുദേവൻ ലോകർക്ക് കൊടുത്ത ഒരു ഉപദേശം ഉണ്ടല്ലോ, എന്താണ്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ, സംഘടന കൊണ്ട് ശക്തരാകുവിൻ അല്ലേ, അതുപോലെ വ്യാപാരം കൊണ്ട് ധനം സമ്പാദിക്കും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് എവിടുന്നാ വന്നേ? ഇത് ഈ കൂടങ്ങളുടെ ആവിഷ്കാരം, ഇത്തരം കൂടങ്ങളുടെ ആവിഷ്കാരമാണ്. ബാലാസുബ്രഹ്മണ്യ മന്ത്രമാണ് ഭഗവാൻ നാരായണ ഗുരുദേവൻ ജപിച്ചത്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ വല്ലാണ്ട് ഡീപ്പായിട്ട് പോകുന്നു. ഞാൻ എന്ത് പറഞ്ഞാലും വിശദീകരണം വല്ലാണ്ട് വ്യാപിക്കും, നീട്ടിക്കൊണ്ട് പോകും. അപ്പോൾ ഈ പറഞ്ഞ ചെപ്പിലടച്ച പോലെയാണ്, ആ ഭാവമാണ്. അതുകൊണ്ട് വിദ്യാഭാവം, കാമഭാവം, ശക്തിഭാവം, ആ രീതിയിലുള്ളതിനാണ് നമ്മളിപ്പോ ത്രികൂടങ്ങൾ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വേറെ ഒരു ചോദ്യം വന്നിട്ടുള്ളത്, ബിന്ദുവിൽ നിന്ന് ഭൂപുരത്തിലേക്കുള്ള അവരോഹണ ക്രമത്തെയാണോ സംഹാരക്രമം എന്നും, ഭൂപുരത്തിൽ നിന്ന് ബിന്ദുവിലേക്കുള്ള ആരോഹണ ക്രമത്തെയാണോ സൃഷ്ടി എന്നും ഗുരുനാഥൻ ഈ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞത് എന്നാണ്. അയ്യോ, അല്ല 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 അല്ല. സംഹാരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, നമ്മളിപ്പോ നമ്മൾ സംഹാരം തന്നെ മരണം തന്നെ എടുത്തോളൂ. അപ്പൊ നമ്മൾ സംഹരിക്കപ്പെടുക, നമ്മൾ മരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, വന്നതിലേക്കുള്ള മടക്കമാണ് ഇല്ലേ. ഇപ്പൊ വന്നതിലേക്കുള്ള മടക്കം, ഈ ശരീരം എവിടുന്ന് വന്നോ അവിടേക്ക്. അതായത് അപ്പൊ ശ്രീചക്രമാകുമ്പോൾ ഭൂപുരത്തിൽ നിന്ന്, ത്രൈലോക്യ മോഹന ചക്രത്തിൽ നിന്ന് സർവാനന്ദമയ ചക്രം, അതായത് ബിന്ദുവിലേക്കുള്ള ആ യാത്രയാണ് സംഹാരം. എവിടുന്ന് വന്നോ അതിലേക്ക്. എന്നാൽ ആരംഭത്തിൽ എവിടുന്നാണോ വരേണ്ടത് ആ ആത്യന്തികമായ പോയിന്റിൽ നിന്ന് നമ്മൾ അപ്പൊ ബിന്ദുവിൽ നിന്ന് ത്രൈലോക്യ മോഹന ചക്രം ഭൂപുരത്തിലേക്കുള്ള ആ ക്രമത്തെയാണ് നമ്മൾ, നിങ്ങൾ ആരോഹണം എന്നൊക്കെ പറയുന്ന ആ ക്രമത്തെയാണ് നമ്മൾ സൃഷ്ടിക്രമം എന്ന് പറയുന്നത്. വേറെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്, അത് പിന്നെ അപ്രസക്തമാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പഞ്ചദശി മന്ത്ര ദീക്ഷ ഈ കോഴ്സിൽ ചെയ്യുമ്പോൾ കിട്ടുമോ എന്നാണ്. അത് നമ്മൾ വെബിനാറിലും ധാരാളം ഇൻട്രൊഡക്ഷൻ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ശ്രീവിദ്യ സമ്പ്രദായ സംബന്ധിയായ ദേവിയുടെ യഥാർത്ഥ മന്ത്രമാണ്. അത് ശ്രീവിദ്യയിലല്ലാതെ നമ്മൾക്ക് പറ്റില്ല. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് പറയട്ടെ അവിനാശി. ശ്രീവിദ്യാ മന്ത്രം എന്ന് പറഞ്ഞാല് പറഞ്ഞു കഴിഞ്ഞു ഗായത്രി മന്ത്രത്തിന്റെ 4ാമത്തെ കാലമാണ്. അപ്പോൾ അത് ഉപദേശമായി കിട്ടണമെങ്കിൽ നമ്മൾ അതിന്റെ മഹത്വം മനസ്സിലാക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു വലിയ ആകമാണിക്യം കിട്ടണമെങ്കിൽ എന്ത് വേണം, അല്ലെങ്കിൽ വലിയ നിധി കിട്ടണമെങ്കിൽ എന്ത് വേണം, ഇത് പറഞ്ഞ അല്ലെങ്കിൽ വലിയൊരു ഇപ്പൊ എന്താ പറയാ ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഒരു സീറ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം, ഇത് പറഞ്ഞ പോലെ ഈ ശ്രീവിദ്യാ മന്ത്രം എങ്ങനെയാ വെച്ചാൽ നമുക്കത് പെട്ടെന്ന് ഓടി വന്ന് കിട്ടുന്നതല്ല എന്ന് ചോദ്യാർത്ഥനെ കുറിച്ച് ധാരണ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഇവർക്കൊന്നും ധാരണ ഉണ്ടാവില്ല. പെട്ടെന്ന് ഓടി വന്നാൽ കിട്ടുന്നതല്ല ഇത്. അതിന് കൃത്യമായിട്ട് നമ്മൾ ശിഷ്യനെ ശിഷ്യയെ പരീക്ഷിക്കാറുണ്ട്. വേറെ ഓട്ടം ചാട്ടമൊന്നും അല്ല കേട്ടോ, നിരീക്ഷിക്കണം എന്നുള്ളതാണ്. അങ്ങനെ യോഗ്യരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇത് സാവധാനമാണ് ശിഷ്യയിലേക്കോ എത്തുക. അതിന്റെ മുന്നേ കുറച്ച് ക്രമമുണ്ട്. അതിനാണ് ആദ്യം നമ്മൾ എന്താ ശ്രീവിദ്യ എന്നറിയണം, എന്താ ശ്രീചക്രം എന്നറിയണം. അപ്പൊ അത് കഴിഞ്ഞാൽ സാവധാനം താല്പര്യം ഉണ്ടെങ്കിൽ യതീക്ഷയിൽ നിന്നുള്ള തന്നെ വേണമെന്നുണ്ടെങ്കിൽ യതീക്ഷ അതിനുള്ള മാർഗങ്ങൾ ഒരുക്കും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തും ആരിൽ നിന്ന് വേണമെങ്കിലും ഒരു ധാരണയോട് കൂടി ആ ഗുരുഭക്തിയോട് പോവുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞു കാരണഭൂതാശക്തി ഗുരുവാണ്, ശ്രീഗുരു കാരണഭൂതാശക്തിയാണ്. ആ ഗുരുബോധം, ഗുരു എന്തെന്ന ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്നോ വേറെ എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അതിന് പരാശക്തി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഓടി വന്ന് കിട്ടുന്നതല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു ക്രമം ഉണ്ട് അതിന്.
വേറെ ഒരു ചോദ്യം വന്നിട്ടുള്ളത്, പൂജ പഠിക്കുന്നത്, അതായത് ഈ ഒരു നമ്മുടെ കോഴ്സ് പഠിക്കുന്നതിന് മുൻപ് ചോദിച്ച ആളുടെ വീട്ടിൽ ശ്രീചക്രം നമുക്ക് വീട്ടിൽ പൂജാമുറിയിൽ വെക്കാൻ സാധിക്കുമെന്നാണ്. അതായത് ഞാനിപ്പോ ഈ കോഴ്സ് പഠിക്കുന്നുണ്ട്, അപ്പൊ നിലവിൽ എന്തെങ്കിലും ഉണ്ട് അത് പൂജാമുറിയിൽ വെക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഇപ്പൊ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പൊ എടുത്ത് കളയാനൊന്നും പറ്റില്ല. ഒന്ന്, ശ്രീചക്രം വെറുതെ വെക്കാനുള്ളതല്ല, ശ്രീചക്രം പൂജിക്കാനുള്ളതാണ്, പരാശക്തിയുടെ സ്വരൂപമാണ്. ഇപ്പൊ വെറുതെ വാങ്ങി വെച്ചത് കൊണ്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വെറുതെ വാങ്ങി വെക്കണ്ട, നിങ്ങൾ കാര്യമായിട്ട് വാങ്ങി വെച്ചോളൂ. എന്നിട്ട് നിത്യേനെ ഒരു സാമാന്യ ക്രമത്തിൽ, ഒരു ലഘുവിധാനത്തിൽ നിങ്ങൾ നിത്യേന അർച്ചന ചെയ്തോളൂ. അപ്പൊ ഇപ്പൊ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ, അതിൽ വിളക്കൊക്കെ ഇരിക്കുന്നിടത്ത് ഇരിക്കട്ടെ, അത് വൃത്തിയിൽ കൊണ്ട് നടക്കുക. വൃത്തി വേണം, കാരണം ദേവിയുടെ ശരീരമാണ്. വൃത്തിയിലും ശുദ്ധിയിലും കൊണ്ട് നടക്കുക. അത് നിങ്ങൾക്ക് അവസരമായിരിക്കുന്നു. ഇനി വെറുതെ ഇരിക്കേണ്ടി വരില്ല, അതിൽ നമുക്ക് അർച്ചന ചെയ്യാം. വെറുതെ വാങ്ങി വെക്കരുത് കേട്ടോ. അതുകൊണ്ട് പ്രാണപ്രതിഷ്ഠയൊക്കെ ചെയ്യുമ്പോഴാണ് അതിൽ കുറച്ചും കൂടി ശക്തിയും ചൈതന്യമൊക്കെ ഉണ്ടാകണത്. അതുകൊണ്ടാണ് വെറുതെ വാങ്ങിയിട്ട് ഒരു കാര്യമില്ല, മറ്റു യന്ത്രങ്ങൾ പോലെയല്ല. വേറെ ഒരു ചോദ്യം വന്നിട്ടുള്ളത്, ഇവിടെ ഒരു പഠിതാവിന്, അതായത് ചോദ്യകർത്താവിന്, എനിക്ക് മിശ്ര ആചാരത്തിൽ ശ്രീവിദ്യാ ദീക്ഷ ഉള്ള ആളാണ്, എനിക്ക് യതീശയിലെ ഈ കോഴ്സ് ചെയ്യാൻ സാധിക്കുമോ? അതിന് കുഴപ്പമൊന്നുമില്ല. അതെന്താ വെച്ചാൽ ആ വ്യക്തിയുടെ ഗുരുവിന്റെ സമ്മതം ഉണ്ടെങ്കിലൊക്കെ, ഞാൻ സമ്പ്രദായം പറയുന്നത്, ഗുരുവിന്റെ സമ്മതം ഉണ്ടെങ്കിൽ എവിടുന്നും, ഗുരുവിന്റെ സമ്മതത്തോട് എവിടുന്നും അറിവിനെ വാങ്ങാം എന്നുള്ളതാണ്. അത് ഇതെന്താ കോഴ്സ് ഒന്നും മനസ്സിലാക്കുന്ന കുഴപ്പമില്ല. പിന്നീട് അദ്ദേഹം എന്താ പറയുക, കൃത്യമായി ഫോളോ ചെയ്യുന്ന രീതി ഉണ്ടെങ്കിൽ, ഗുരുസമ്പ്രദായം ഉണ്ടെങ്കിൽ ആ ഗുരുവിന്റെ രീതിക്ക് പോകുന്നതാണ് അദ്ദേഹത്തിന് ഉചിതം. കാരണം എനിക്ക് അങ്ങനെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. അപ്പൊ ഗുരുവിന്റെ രീതിക്ക് പോകുന്നതാണ് ഉചിതം. അതല്ല, അദ്ദേഹത്തിന് ഈ സമ്പ്രദായത്തിലാണ് പോകേണ്ടത് ഉണ്ടെങ്കിൽ ആ രീതിയിലും വിചാരം ചെയ്ത് സാവധാനം ആകാം. അറിവ് എവിടുന്നും വാങ്ങാം. പക്ഷെ ഗുരു ഉള്ളവര് ഗുരുവിന്റെ സമ്മതത്തോടു കൂടിയാണ് പോകേണ്ടത്. ഒരു വിദ്യയിൽ ഏകഗുരു ഉപാസ്തി എന്നാണ് ഈ സമ്പ്രദായം പറയുക. ഒരു ഗുരുവിലാണ് ഉപാസന നടത്തേണ്ടത്, ഒരു ഗുരുവിൽ. അല്ലെങ്കിൽ സംശയം ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു ശ്രീവിദ്യാ ദീക്ഷിതനാണെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഗുരു എന്തെങ്കിലും പറയുമ്പോൾ കൺഫ്യൂഷൻ വരും ചിലപ്പോൾ. അപ്പൊ ആ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏകഗുരു ഒരു ഗുരുവിന് ഉപാസന നടത്തണമെന്ന് പറയുന്നത്. അവിടെ തെറ്റൊന്നുമില്ല. അത് ഒരിക്കലും സ്വന്തം ഗുരുവിനോട് കള്ളത്തരം പറഞ്ഞിട്ടുണ്ടാവരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അറിവ് ഗുരുവിന്റെ സമ്മതത്തോടി വാങ്ങാൻ കേട്ടോ. വേറെ ഒരു ചോദ്യം വന്നിട്ടുള്ളത്, ഭൂപ്രസ്ഥാരം, അതുപോലെ മേരുപ്രസ്ഥാരം, അതുപോലെ കൈലാസ പ്രസ്ഥാനം, ഇങ്ങനെ ഈ ശ്രീചക്രത്തെ തരംതിരിച്ചിരിക്കുന്നതിന്റെ കാരണം യഥാർത്ഥത്തിൽ എന്താണ്? ഒരു പ്രസ്ഥാനം പോരെ ഇത് ആചരിക്കാൻ? ഒറ്റ ഉദാഹരണത്തിൽ പറയാം. ഭൂപ്രസ്ഥരം ഈ പറഞ്ഞ പോലെ ഉപാസിക്കേണ്ടത് സന്യാസിമാരാണ്, മോക്ഷം. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ രീതി എങ്ങനെയാ വെച്ചാല്, പരന്നത്, അല്പം ഉയർന്നത്, നല്ല ഉയർന്നത് എന്നുള്ള പോലെയാണ്. അപ്പൊ അതിന്റെ കാര്യം എന്താ വെച്ചാല്, ഭൗതികതയും വെറും ആത്മീയതയും എന്നുള്ളൊരു തലമാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഭൂപ്രസ്ഥത്തിന് ഉപാസിക്കുന്നത്, സാധന ചെയ്യേണ്ടത് ഗൃഹസ്ഥാശ്രമിയല്ല, സന്യാസത്തിന്റെ ആ ധാരണയിൽ നിൽക്കുന്ന ആളാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അത് സ്പിരിച്വൽ മാത്രമാണ് എന്നുള്ള, മറ്റത് ഭൗതികമാണ്. ഒരു എന്താ പറയുക, നമ്മൾ പ്രകൃതിയുടെ വികാരം ഉണരുമ്പോൾ, ഇപ്പൊ ചെളിയുള്ള ഭൂമിയിലാണ് വിത്തെറിയേണ്ടത് എന്ന് പറഞ്ഞതുപോലെ, ആ ശ്രീചക്രത്തിന്റെ ഉയർച്ച എന്ന് പറയുന്നത് അവളുടെ, ഇപ്പൊ നിങ്ങൾ അവൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് പരാശക്തിയുടെ ഉണർവിനെ കാണിക്കുന്നതാണ്, ആ ഭൗതിക വളർച്ചയെ കാണിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് ആ ഒരു ക്രമം ഏറ്റവും ഉയർന്നത്. ഇതിന് ഒരുപാട് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷയിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. നേരത്തെ അവിനാഷ് ജി പറഞ്ഞതുപോലെ ലൈംഗികമായിട്ടുള്ള ഭാഷാപ്രയോഗങ്ങളുടെ, സഭ്യമായ ഭാഷാപ്രയോഗങ്ങളുടെ പറയുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. തന്ത്രത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ലൈംഗികമായതൊന്നും തന്നെ തെറ്റ്, പാപം എന്നുള്ള രീതിയൊന്നുമില്ല. പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ നമ്മൾ പറയുന്ന പല വാക്കുകളും എന്താ വെച്ചാൽ അയ്യോ എന്ന് തോന്നാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല അവിടെ. അപ്പൊ അതുകൊണ്ട് ഇത് മനസ്സിലാക്കുക, ഈ താഴ്ച ഉയർച്ച എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ശരീരത്തിലെ ലൈംഗികമായ അവയവങ്ങളുമായും വികാരങ്ങളുമായും ബന്ധപ്പെടുത്തി എനിക്ക് കാര്യം മനസ്സിലാകും. അത് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റണേ ഉള്ളൂ. താന്ത്രികൻ പറയണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നിങ്ങളെ സാവധാനം നമ്മളൊന്ന് പഠിക്കട്ടെ, നമ്മൾ നിങ്ങളെയും നിങ്ങൾ നമ്മളെയും ഒന്ന് അറിയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയാം. അതുകൊണ്ട് ഇതിന്റെ ഭൗതികതയുടെയും ആത്മീയതയുടെയും വശത്തിലാണ് ഇതിനെ പ്രസ്ഥാനങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ വകഭേദങ്ങൾ ഒത്തിരി ഉണ്ട് താനും. വേറൊരു ചോദ്യം വന്നിട്ടുള്ളത്, ശ്രീചക്രം പൂജാമുറിയിൽ ഇല്ലാത്തവർ എവിടെ വെച്ചിട്ട് ശ്രീചക്രം പൂജിക്കും? ഒരു ചോദ്യം. ഇതിന് അടുത്ത് തന്നെ സാമാന്യം ഉള്ള ഒരു ചോദ്യം, വിദേശിയായ ഒരു പഠിതാവാണ്, ആളുടെ കയ്യിൽ അവിടെ ശ്രീചക്രം ഇല്ല, അപ്പൊ എങ്ങനെയാണ് ഞാൻ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കുക എന്നാണ്.
ശ്രീചക്രം ഇല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ശ്രീചക്രം നമുക്കിപ്പോൾ സാമാന്യനെ പഠിക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും. സാമാന്യക്രമ പറഞ്ഞത് അത് ശരിയാണെന്നുള്ള വശമല്ല പറഞ്ഞത്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയാ ഒരു വെറ്റില എടുത്തിട്ട് ആ വെറ്റിലയിൽ ചന്ദനം ഒരു പിരമിഡ് പോലെ അല്ലെങ്കിൽ ചെറിയൊരു ലിംഗാകൃതിയിലോ പിടിച്ചിട്ട് ആ വെറ്റിലയുടെ നടുക്ക് വെച്ചിട്ട് നമുക്ക് ശ്രീചക്രമായി കണ്ടുകൊണ്ട് പൂജിക്കാന്നാണ് പറയുക. ഇനിയിപ്പോ ചന്ദനം, മഞ്ഞൾ, കുങ്കുമം എന്തോ ആവാം, ഈ രീതിയിൽ വെറ്റിലയിൽ വെച്ച് ചെയ്യാൻ പറ്റും. ഇതല്ല എന്നുണ്ടെങ്കിൽ താമര, ചെമ്പരത്തി തുടങ്ങുന്ന പുഷ്പങ്ങൾ വെച്ചിട്ട് നമുക്ക് പൂജിക്കാൻ പറ്റും. ഇതല്ലെങ്കിലോ നമ്മളെ മുന്നിൽ എന്തെന്ന് സാധനം എടുത്തു വെച്ചിട്ടും നമുക്ക് അത് ശ്രീചക്രമാണെന്ന് സങ്കല്പിച്ച് പൂജ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ, പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നാ ഒരുവിധം ഉത്തരം കൊടുക്കേണ്ട ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ചോദ്യങ്ങൾ, അതായത് ഒരു കാര്യം പറയട്ടെ. പിന്നെ ശ്രീചക്രം ഇല്ലാത്തവർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിലും നമ്മൾ ഈ പൂജാ പഠനം കഴിഞ്ഞാൽ ശ്രീചക്രവും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ സ്വയം വാങ്ങുകയോ അല്ലെങ്കിൽ എങ്ങനെയാ അത് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആലോചിച്ച് തീരുമാനിച്ച് കാര്യങ്ങൾ നടത്താം. നമുക്ക് ഒരുമിച്ച് അത് ചെയ്യാം. അതുകൂടി ഒന്ന് പറയട്ടെ. ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാവും, പക്ഷെ മറിച്ച് അത് പഠിക്കാൻ ആരംഭത്തിൽ ഓരോന്ന് പറയുമ്പോൾ ചെയ്യേണ്ട കാര്യം മാത്രമേ നമ്മൾ ഈ പറഞ്ഞതിൽ സൂചിപ്പിച്ചാൽ അർത്ഥമുള്ളത് കൂടി പറഞ്ഞു വെക്കുന്നു. ഇനി അവിനാശി പറഞ്ഞോളൂ. ഓക്കെ. അപ്പം സാമാന്യന ഇന്നത്തെ വിഷയസംബന്ധിയായ ചോദ്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ഗുരുനാഥനോട് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വിഷയസംബന്ധിയായി ഞാൻ പറഞ്ഞ ഒരു വിഷയസംബന്ധിയായ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഞങ്ങൾ തറവാട്ടിൽ ക്ഷേത്രത്തില് ഗുരുവിനും ഭദ്രകാളിക്കും പൂജ ചെയ്ത് വരുന്നവരാണ്. ഗുരുമുഖത്ത് നിന്ന് പഠിച്ചു വരുന്നുമുണ്ട്. ഗൃഹസ്ഥാശ്രമി ആയതിനാൽ തന്നെ കുട്ടികളെയൊക്കെ ശാസിക്കേണ്ടി വരുമല്ലോ. അപ്പൊ നേരത്തെ പറഞ്ഞ ദേഷ്യം വരുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതാണ് അതില് എനിക്ക് പറയാനുള്ളത്. കുട്ടികളെ ശാസിക്കുന്നത് അവരെ നേർവഴിക്ക് നടത്തുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ കഥാസന്ദർഭത്തിൽ ഉണ്ടായത് വസിഷ്ഠനെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയിട്ടായിരുന്നില്ല വിശ്വാമിത്രൻ ശപിച്ചത് എന്നുള്ളതാണ്. അപ്പൊ ദേഷ്യവും നമ്മൾ ശാസനയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ ഉപസംഹരിക്കാം. ഇത്രയും വിലപ്പെട്ട സമയവും അങ്ങയുടെ അറിവും ജനങ്ങളിലേക്ക് പകർന്നു തന്നതും നിങ്ങൾ ഈ പറയുന്ന പോലെ ആളുകളുടെ പങ്കാളിത്തവും ഒക്കെ പരാശക്തിയുടെ അനുഗ്രഹമാണ്, പരാശക്തിയുടെ അനുഭവം തന്നെയാണ്. യതീശയ്ക്ക് ഒരുപാട് സന്തോഷം. ഇനിയും ഇത് ആയിരങ്ങളിലേക്ക് എത്തണം എന്നുള്ള പരാശക്തിയുടെ മുമ്പിൽ പ്രാർത്ഥന പൂർവം പങ്കെടുത്ത എല്ലാവർക്കും, വിശിഷ്യ ഈ ക്ലാസ് മുൻപോട്ട് നയിച്ച അറിവ് പകർന്ന ബാബാജിക്ക് എന്റെ ഗുരുനാഥനും അങ്ങേയറ്റം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നന്ദി, നമസ്കാരം.